നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മാതൃഭൂമിയിലുണ്ടായിരുന്ന രവി മേനോനെ പുസ്തകം വായിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ പത്രം വായിക്കുന്നവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. രവി മേനോൻ കോഴിക്കോട്ടുകാരനാണെന്നാണ് അദ്ദേഹം. ഞാൻ എവിടത്തുകാരനെന്ന് ചോദിച്ചു. നല്ല സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ. ആകപ്പാടെ എനിക്ക് രവി മേനോനെ കുറിച്ച് തോന്നിയത് സിനിമാ ഗാനശാഖയിൽ ഉള്ള എല്ലാവരും ഹരിചന്ദ്രന്മാരാണെന്ന് എഴുതി കളയും. അതാണ് ആകപ്പാടെ എനിക്ക് എന്തെങ്കിലും ഒരു മൈനസ് രവിമേനനെ കുറിച്ച് പറയാൻ തോന്നുന്നത്. രവിമേനൻ്റെ ജീവിതത്തിൽ മോശക്കാരാരുമില്ല. സിനിമയിലുള്ള മുഴുവൻ പേരും നല്ല നല്ല മനുഷ്യരാണ്, കറകളഞ്ഞ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ആരെപ്പറ്റിയും രവിമേനൻ മോശമായി ഒന്നും പറയില്ല. പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകം, ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. ആ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ചാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ദേവരാജ മാഷിനെ എന്താ പറയുക, അസുഖബാധിതനാക്കിയത്, സ്ട്രോക്ക് വരുത്തിയത്, അല്ലെങ്കിൽ അകാലത്തിൽ അദ്ദേഹം മരിക്കേണ്ടി വന്നത്, ഒരു നല്ല പങ്ക് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശസ്തനായ ഒരു ഗായകനുണ്ടെന്ന് രവിമേനൻ പറയില്ല. രവിമേനൻ ദേവരാജ മാഷുമായിട്ട് നല്ല അടുപ്പമാണ്. പക്ഷേ ദേവരാജ മാഷിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പറ്റിയ ട്രാജഡി എന്ന് പറയുന്നത് ഈ ദ്രോഹിയായ ഗായകൻ ചതിച്ചതിലാണെന്ന് പറയേയില്ല. കാരണം ആ ഗായകനെക്കുറിച്ചും ദൈവത്തിൻ്റെ വരദാനമുള്ള മനുഷ്യപ്പറ്റുള്ള സ്നേഹനിധിയായ പുഞ്ചിരിക്കുന്ന എന്നൊക്കെ അല്ലേ എഴുതണേ. അപ്പോൾ എനിക്കാകെ രവിമേനോടുള്ള വൈഷമ്യം അതുമാത്രമാണ്. മധുരമായി പാടി വിളിക്കുന്നു, അതിശയരാഗം, നക്ഷത്രദീപങ്ങൾ, പ്രിയ നിനക്കൊരു ഗാനം, ഇവിടെ പാട്ടിന് സുഗന്ധം, പാട്ടുവഴിയോരത്ത് സ്വർണ്ണചാമരം, മൺവിളക്കുകൾ പൂത്ത കാലം, ഹൃദയഗീതങ്ങൾ, പാട്ട് ചെമ്പകം പൂത്തപ്പോൾ, മൊഴികൾ സംഗീതമായി, എങ്ങനെ നാം മറക്കുന്നു പറഞ്ഞ് കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏറെക്കുറെ ഒരു 95% പുസ്തകവും എൻ്റെ കയ്യിലുണ്ട്. നല്ല രസമുള്ള ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള പാട്ട് പാടിയ മേരിയെ പരിചയപ്പെടുത്തിയതൊക്കെ അവരാരാണ് എന്ന് ഞാൻ അറിയുന്നത് രവിമേനൻ എഴുതിയതിലൂടെയാണ്. അപ്പോൾ രവിമേനനെ ഒരു ഫംഗ്ഷന് വിളിച്ചുകൊണ്ട് പോയി. ഫംഗ്ഷന് വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ സ്വാഗത പ്രാസംഗികന് സത്യം പറഞ്ഞാൽ അവിടെ പങ്കെടുക്കുന്ന 8 പേര് പങ്കെടുക്കുന്നുണ്ട്. ആ 8 പേരും നല്ല വിവരമൊന്നുമില്ല. അദ്ദേഹം വച്ചങ്ങ് അലക്കുകയാണ് ചെയ്തത്. അപ്പോൾ പഞ്ചാര വാക്കുകളാൽ വേദിയിലിരുന്ന 7 പേരുടെയും കഥ കഴിച്ച ശേഷം 8ാമനായ രവിമേനോനെ സ്വാഗത പ്രാസംഗികൻ തിരിഞ്ഞൊന്ന് നോക്കി, സ്റ്റേജിൽ ഇനി ആരെ പറയാനുണ്ടെന്ന്. അപ്പോൾ ആളിരിപ്പുണ്ട്, ഓക്കെ. അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങി, കർത്തവ്യം തുടർന്നു. ഇനിയുള്ള വ്യക്തിയെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. അത് ഈ സ്വാഗതം പറയുന്നവരുടെ സ്ഥിരം വാക്കാണ് ഇങ്ങനെ. മലയാളികൾക്ക് മുഴുവൻ സുപരിചിതനാണ് അദ്ദേഹം. അപ്പോൾ രവിമേനോൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി. കാരണം മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്ന സുപരിചിതനായ ആളാണെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം യേശുദാസ് ആയിരിക്കണം, അല്ലെങ്കിൽ KS ചിത്ര ആയിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ അതുപോലെ മമ്മൂട്ടി ആയിരിക്കണം, മോഹൻലാൽ ആയിരിക്കണം. എങ്കിൽ ശരി, അദ്ദേഹം വച്ചലക്കുകയാണ്. മലയാളികൾക്ക് മുഴുവൻ സുപരിചിതനാണ് അദ്ദേഹം. സദസ്സിന് ഒരു വികാരവുമില്ല. ഇയാൾ പറയുന്നതൊന്നും സദസ്സ് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ മാജിക്, ഈ പൊതുയോഗം കഴിഞ്ഞാൽ മാജിക് ഉണ്ട്, അത് കാണാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വാഗത പ്രാസംഗികൻ പറയുന്ന ഒരു വാക്കും അവരാരും കേൾക്കുന്നില്ല. അവർ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഔപചാരികതയ്ക്കായി ഞാൻ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ വേണു നായരെ പരിചയപ്പെടുത്തുകയാണ്. വേണു നായരെ പരിചയപ്പെടുത്തുകയാണെന്ന് രവിമേനൻ ഞെട്ടി. അപ്പോൾ ശരിക്കും രവിമേനന് തോന്നിയത് എൻ്റെ കരണത്തടിച്ചു എന്നാണ് തോന്നിയത്. കാരണം വേണു നായർ എന്നല്ലേ പറയുന്നത്. ശരിക്കും ഞെട്ടി. വേണു നായർ ആരാണെന്ന് വീണ്ടും സ്വാഗത പ്രസംഗം വച്ചലക്കി. അപ്പോൾ സംഘാടകരിൽ ഒരാൾ വന്ന് സ്വാഗതം പറയുന്ന അയാളുടെ ചെവിയിൽ എന്തോ കടിച്ചു. ഓ ചെറിയൊരു തെറ്റ് പറ്റി എനിക്ക് കേട്ടോ, ഓർമ്മക്കുറവുണ്ട് എനിക്കുണ്ട്, അതുകൊണ്ടാണേ, ക്ഷമിക്കണം. ശ്രീ വേണുമേനോനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. രവിമേനൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ടെൻഷനിൽ വേണു നായർ മാറി വേണു മേനോനായി. സദസ്സിനെ വേണുവും രവി നായരും മേനോനും എല്ലാം ഒന്നുപോലെയാണ് സദസ്സിന്. കാരണം അവർ മൈൻഡ് ചെയ്യുന്നില്ല ഇയാളുടെ പ്രസംഗം. എന്നിട്ട് അദ്ദേഹം സ്വയം വീണ്ടും പറയാണ്, ഞാൻ പാട്ടൊന്നും കേൾക്കുന്ന ആളല്ല. രാഷ്ട്രീയവും ജനസേവനവും ജീവിത ലക്ഷ്യമായി കൊണ്ടു നടക്കുന്നവർക്ക് അതിനൊന്നും സമയം കിട്ടില്ലല്ലോ. പാട്ടൊന്നും കേൾക്കാനോ, അല്ലെങ്കിൽ ഒരു സിനിമ കാണാനോ, ഒരു കഥ വായിക്കാനോ, അല്ലെങ്കിൽ പത്രം വായിക്കാനോ ഒന്നും സമയം കിട്ടില്ല എന്നാണ്. അത്രയും ജനസേവകനാണ് പുള്ളി. എങ്കിലും ഇദ്ദേഹം നല്ല പാട്ടെഴുത്തുകാരനാണ്. നിങ്ങളെപ്പോലെ ഇദ്ദേഹം നല്ല പാട്ടെഴുത്തുകാരനാണെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നന്നായിട്ട് അറിയാം.
നമ്മുടെ രമേഷ് പുത്തഞ്ചേരിയൊക്കെ മരിച്ചു കഴിഞ്ഞു. ആര്? രമേഷ് പുത്തഞ്ചേരി. ഇനി ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളിലാണ് നമ്മുടെ പ്രതീക്ഷ. ശ്രീ വേണുമേനോനെ ഇന്നിവിടെ കിട്ടിയത് നമ്മുടെ സൗഭാഗ്യം. അപ്പോൾ വീണ്ടും സംഘാടകരിൽ ഒരുത്തം വന്നൊരു തിരുത്തി അയാൾ ഇടപെട്ടു, തിരുത്തൽവാദി. അല്പം ശബ്ദം ഉയർത്തി തന്നെ അയാൾ പറഞ്ഞു, പാട്ടെഴുത്തൊന്നും അല്ല ഇങ്ങേർക്ക്. അതൊക്കെ നന്നായിട്ട് എനിക്കറിയാം. എനിക്കറിയാം. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് പാട്ടിനൊക്കെ വല്ല അർത്ഥമുണ്ടോ? മേനോൻ പാട്ടെഴുതിയതിൽ അല്ലെങ്കിൽ പാട്ട് നിർത്തിയതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. വയലാറും ദേവരാജനും ഒക്കെ എഴുതിയ പാട്ടുകളാണ് പാട്ടുകൾ. ആര്? വയലാറും ദേവരാജനും ഒക്കെ എഴുതിയ പാട്ടുകളാണ് പാട്ടുകൾ. രവിമോഹനൻ പതിയെ സദസ്സിലേക്ക് പാളി ഒന്ന് നോക്കി മുന്നിരിക്കുന്നവരെ. അവിടെ ഒരു ഭാവഭേദവുമില്ല. വയലാറ് പാട്ടെഴുതിയാലെന്ത്, ദേവരാജൻ പാട്ടെഴുതിയാലെന്ത്, ഒരു പ്രശ്നവുമില്ല. സദസ്സിന് പറ്റിയ പ്രാസംഗികൻ എന്നാണ് രവിമേനോൻ പറയുന്നത്. അപ്പോൾ രവിമേനോൻ്റെ അടുത്ത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഇരിക്കുന്നത്, ഒരു ജനറൽ മാനേജർ. അത്യാവശ്യം വായിക്കുന്ന ആളാണ്, ഫലിതബോധമുള്ള ആളാണ്, ഒരു ബാങ്ക് മാനേജരുമാണ്. അദ്ദേഹം രവിമേനോനെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം കക്ഷി മേനോൻ്റെ കൈകളിൽ പതുക്കെ ഒന്ന് ഞെക്കി, ഒന്ന് അമർത്തി. എന്നിട്ട് പതിയെ പറഞ്ഞു, ഒരു കണക്കിന് മേനോൻ ഭാഗ്യം ചെയ്ത ആളാണ്. പേരല്ലേ മാറ്റിയുള്ളൂ, കൊന്നില്ലല്ലോ. കാരണം ആ ബാങ്ക് ഉദ്യോഗസ്ഥന് കൊന്ന ഒരു അനുഭവമുണ്ട്. ഈയിടെ എന്നെ സ്വാഗതം ചെയ്ത ഒരുത്തം പ്രസംഗിച്ചത് യശശരീരനായ കുഞ്ഞിക്കണ്ണൻ എന്നാണ്. യശശരീരൻ, ആലോചിച്ച് നോക്കി. സത്യത്തിൽ ആ നിമിഷമാണ് ഞാൻ ചത്തുപോയത്. പുള്ളി പറയുക, എന്തായാലും രവിമേനോനെ അവർ കൊന്നില്ലല്ലോ എന്ന് പറഞ്ഞ രവിമേനോൻ ആ ഫേസ്ബുക്ക് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മളെ കല്യാണം വിളിക്കാൻ ചിലട്ട് വരും. അവർ വന്നിട്ട് പോകാൻ നേരത്ത് ഒരു കല്യാണ ലെറ്റർ മോൻ്റെയോ മോളെയോ കല്യാണ ലെറ്റർ എടുത്ത് വലിയ കാര്യത്തിൽ നമ്മളെ ഏൽപ്പിച്ചിട്ട് പറയും, ഞാൻ എൻ്റെ മോളുടെ ക്ഷണനം, കല്യാണത്തിന് ക്ഷണനം വിളിക്കാനാണ് വന്നത്. ക്ഷണനം എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ്. ഇനി ഈ പ്രസൻറ്റേഷൻ കൊണ്ടുവരുന്നതിന് അയാൾ കൊല്ലുക എന്നാക്കിയതാണെന്ന് പറഞ്ഞാൽ പലരും ക്ഷണം എന്നുള്ളതിന് ക്ഷണനം എന്ന് പറയും. അതുപോലെയാണ് ഈ സ്വാഗത പ്രാസംഗികൻ കൊന്നത്. ഈ കഥ എന്തിന് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും. അവതാരകരൊക്കെ ആവുമ്പോൾ കുറച്ച് ജനറൽ നോളജ് ഉണ്ടാവണം, സഭാകമ്പം ഉണ്ടാകരുത്, പഠിച്ചിട്ട് വരണം. ഏത് ഫംഗ്ഷൻ വന്നാലും പഠിച്ചിട്ട് വരണം. ഈ അടുത്ത കാലത്ത് കേട്ടില്ലേ, പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഇതുപോലെ തന്നെ അവതാരകയായിരുന്ന ഒരു പെൺകുട്ടി പിണറായി പ്രസംഗിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 60 വർഷമായിട്ട് പിണറായി പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം പോകുമ്പോൾ ഒന്ന് സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞു, മനോഹരമായ ഒരു പ്രസംഗം കാഴ്ചവെച്ച പിണറായി വിജയന് നന്ദി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ അത്രയും സൂചിപ്പിക്കണ്ട എന്ന് പറഞ്ഞു, നിങ്ങൾ അടുത്ത ആളെ വിളിക്കും. അത് പിണറായി ഉണ്ട് അങ്ങനെ പറഞ്ഞു. ഈ അവതാരകർ കുറേ കൂടെയൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്. പല പരിപാടികളും ചളകുളമാക്കുന്നത് അവതാരകരാണ്. വായിൽ എല്ലില്ലാത്ത ചില കക്ഷികളെ നിങ്ങൾക്കറിയാമല്ലോ. ചില അവതാരകർ ടി വിയിലൊക്കെ ഉള്ള ചില ബാച്ചുകളെ വിളിച്ച് ഏതെങ്കിലും പ്രോഗ്രാം ഏൽപ്പിച്ചാൽ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പങ്കെടുക്കുന്ന ഒരു കടയുടെ ഉദ്ഘാടനം, അല്ലെങ്കിൽ ഹണി റോസ് വരുന്ന ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ഈ പറയുന്ന ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പെങ്കൊച്ചിനെ ഏൽപ്പിച്ചാൽ ചളകുളമാക്കി കൈത്തരും. അവളെ ഇംഗ്ലീഷും അവളെ മലയാളവും എല്ലാം കൂടെ ചാവച്ചരച്ച് ചളകുളമാക്കും. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന സ്റ്റോറിക്ക് ഒരു ആമുഖമായിട്ടൊരു കാര്യം പറയാം. നനച്ചിരിക്കാതെയാണല്ലോ ഞാൻ വലയം എന്ന് പറഞ്ഞ സീരിയലിൽ സംഗീത സംവിധായകനായത്. അക്കാലത്ത് ദൂരദർശനിൽ പോകുന്ന എല്ലാ സീരിയലുകൾക്കും ഒരു ടൈറ്റിൽ സോങ് ഉണ്ടാവും. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. വലയം വലയം സ്നേഹവലയം എന്ന് പറഞ്ഞ ഒരു മനോഹരമായ പാട്ടായിരുന്നു. ജ്വാലയായി എന്ന് വിളിക്കുന്ന മഹാഭാരതം എന്ന് പറയുമ്പോൾ പോലെ ജ്വാലയായി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പെട്ടെന്ന് പോയി TV വയ്ക്കുമായിരുന്നു. മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാണാനായിട്ട്, ജ്വാലയായി കാണാനായിട്ട്. അതുപോലെ വലയത്തിലും ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് ആരെ കൊണ്ട് ചെയ്യിക്കാം എന്ന് ആലോചിച്ചപ്പോൾ അന്ന് ദേശാഭിമാനിൽ വർക്ക് ചെയ്യുന്ന, ദേശാഭിമാനിൽ വീക്കെൻഡിൻ്റെ എഡിറ്ററായിരുന്നു പ്രഭാവർമ്മ, കവി പ്രഭാവർമ്മ സാറിനെ കൊണ്ട് പാട്ടെഴുതിക്കാൻ തീരുമാനിച്ചു. സംഗീതം എനിക്കെന്തോ രമേഷ് നാരായണൻ്റെ ഒരു ഹിന്ദുസ്ഥാനി ടച്ചുള്ള
സംഗീത ശൈലി എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങി ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് രമേശ് നാരായണനെ വയ്ക്കാൻ തീരുമാനിച്ചു. കാശ് മുടക്കുന്ന അല്ലെങ്കിൽ കണ്ടവൻ്റെ കാശിൽ നിർമ്മാതാവും സമ്മതിച്ചു. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തെ പാട്ട് ഏൽപ്പിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ട്യൂണൊക്കെ ഇട്ട് കേൾപ്പിച്ചു. ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്നതിനിടയിൽ ഞാൻ പോയി പാട്ട് കേട്ടു. അതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്യൂൺ തിരഞ്ഞെടുത്തു, പാട്ട് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഇതിൽ പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദമുണ്ട്, ഫീമെയിലും ഉണ്ട്. പുരുഷ ശബ്ദം പാലക്കാട്ടുകാരനായ ഒരു സന്തോഷ് കേശവുണ്ട്. അതാരാ? ഞാൻ പറഞ്ഞു, രാജസേന സംവിധാനം ചെയ്ത ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞ സിനിമയിൽ. ഇപ്പം പറഞ്ഞു വരുമ്പോൾ 25 വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. 1999 പൊന്നിൻ വളക്കിലുക്കി വിളിച്ചുണർത്തി എന്ന് പറഞ്ഞൊരു നല്ല പാട്ട്. അതിൽ ദാസേട്ടനടക്കം പാടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഹിറ്റായ പാട്ട് ഈ സന്തോഷ് കേശവ് പാടിയതായിരുന്നു. എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷേ സന്തോഷ് കേശവ് പാടണം എന്ന് ഞാൻ പറഞ്ഞു. രമേശ് നാരായണൻ സംഗീതം കൊടുക്കുന്ന പാട്ടൊന്നും പാടാൻ ഈ സന്തോഷ് കേശവ് ഒന്നും പോരാ. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത് യേശുദാസ് പാടണമെന്ന് പറയുമോ എന്നാണ് ഞാൻ ആലോചിച്ചത്. എന്നിട്ട് പിന്നെ ആര് പക്ഷേ അത് MG ശ്രീകുമാറിനെ കൊണ്ട് പാടിക്കണം. ഞാൻ പറഞ്ഞു, MG ശ്രീകുമാറോട്ട് എനിക്ക് പിണക്കമൊന്നുമില്ല, പക്ഷെ വേണ്ട, ഇതിലെ പുരുഷ ശബ്ദം, സ്ത്രീ ശബ്ദം താങ്കൾ ആരെ കൊണ്ടോ പാടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ രശ്മിയാണ് സ്ത്രീ ശബ്ദത്തിൽ പാടിയത്. ഞാൻ പറഞ്ഞു, ഇതിലെ പുരുഷ ശബ്ദം സന്തോഷ് കേശവ് പാടണം. ആദ്യമായിട്ട് ചെയ്യാൻ പോണ സീരിയലാണെങ്കിലും ആ കാര്യത്തിൽ ഞാൻ അന്നും ഇപ്പോഴും എനിക്ക് അതിൽ അഭിമാനമുണ്ട്. കാരണം 1999 ഞാൻ ഉറച്ചു നിന്നു, എൻ്റെ സീരിയലിൽ സന്തോഷ് കേശവ് പാടും. അങ്ങനെ മനസ്സോടെ പുള്ളി എന്നോട് പറഞ്ഞു. അന്ന് ഇദ്ദേഹം ആൾ ഇന്ത്യ റേഡിയോയുടെ കണ്ണൂർ നിലയത്തിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഇന്നും നാളെയും ഇവിടെ ഉണ്ട്, ശനി ഞായർ. തിങ്കളാഴ്ച രാവിലെ ഉള്ള ട്രെയിനിൽ ഞാൻ പോകും കണ്ണൂർ. പിന്നെ ഞാൻ 1 മാസം കഴിഞ്ഞ് വരുള്ളൂ. ഇന്നോ നാളെയോ അയാൾ വന്നാൽ പാടാം. ഞാൻ പറഞ്ഞു, നോക്കട്ടെ. ഞാൻ പുറത്തിറങ്ങി സന്തോഷ് കേശവിൻ്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചപ്പോൾ അയാൾ തിരുവനന്തപുരത്തൊരു പാട്ട് പാടാനായിട്ട് വന്നിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, സന്തോഷേ, എൻ്റെ പേര്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. രമേശ് നാരായണൻ സംഗീതം കൊടുക്കുന്ന കവി പ്രഭാവർമ്മ എഴുതിയ ഒരു പാട്ട് പാടാമോ? അയ്യോ ചേട്ടാ, പാടാം, എനിക്ക് വലിയ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റുഡിയോ കണക്ട് ചെയ്ത് കൊടുത്തു. അവിടെ ചെന്നാൽ മതി, രമേശ് നാരായണൻ അവിടെ കാണും. ഇയാളവിടെ ചെന്നപ്പോൾ തന്നെ വളരെ പുച്ഛത്തോടെ, ഈ രമേശ് നാരായണൻ്റെ സ്ഥായിയായ ഒരു ഭാവമാണ് ഈ പുച്ഛം, ആരെയും അംഗീകരിക്കാത്ത പുച്ഛം. വളരെ പുച്ഛത്തോടുകൂടി സന്തോഷ് കേശവനോട് പെരുമാറി. നിങ്ങൾ സന്തോഷ് കേശവനെ അറിയാവുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പാലക്കാട്ടുള്ളവരെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിച്ചു നോക്കൂ, ദിനേശ് പറഞ്ഞത് കള്ളമാണോ എന്ന് ചോദിച്ചു. വളരെ ഇൻസൾട്ട് ചെയ്തു അയാളെ. നിങ്ങൾക്കൊന്നും പാടാൻ പറ്റിയ രാഗത്തിലൊന്നും അല്ല ഞാൻ പാട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എങ്ങനെ പാടിയാലും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്ക് പോരാ എന്നൊന്ന് പാടിച്ചു. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി 9 മണിക്കോ 10 മണിക്കോ പോകുന്ന പാലക്കാട്ടേക്ക് പോകുന്ന ഒരു ബസ്സാണോ ട്രെയിനാണോ അയാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് പോകണം. എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഇയാൾ ചളകൊളമാക്കി 8:45 9:45 എന്തായപ്പോൾ പറഞ്ഞു വിട്ടു. നന്നായില്ല കേട്ടോ, നിങ്ങൾ പാടിയത് നന്നായില്ല, എൻ്റെ പാട്ട് വെറുതെ നശിച്ചു പോകും, എന്നാലും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞു വിട്ടു. അയാൾക്ക് ഭയങ്കര പ്രയാസമായി. ആദ്യമായിട്ട് പുതിയ പാട്ടുകാരനല്ലേ, രാജസേനെ പോലെ അന്ന് സൂപ്പർ ഹിറ്റുകൾ ചെയ്യുന്ന രാജസേനൻ്റെ പടത്തിൽ പാടിയിട്ട് പോലും ഇയാൾ അംഗീകരിക്കുന്നില്ല. അതിലാണെങ്കിൽ എന്താ പറയുക, ഔസേപ്പച്ചനായിരുന്നു സംഗീതം, ഞങ്ങൾ സന്തുഷ്ടരാണ്, രമേശൻ നായരായിരുന്നു എഴുതിയത്. അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. പുള്ളി ഔസേപ്പച്ചനൊക്കെ എൻ്റെ എത്രയോ കാൽ കീഴിൽ കിടക്കേണ്ടവൻ എന്നുള്ളൊരു പുച്ഛമുള്ള ഒരാളാണല്ലോ. ഇയാൾ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ, ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ആണ് ചെന്നപ്പോൾ 2 മണിക്കൂർ ലേറ്റാണ്. 10 മണിക്ക് പോവേണ്ട അല്ലെങ്കിൽ 9 മണിക്ക് പോവേണ്ടത് 2 മണിക്കൂർ വൈകിയേ പോവുള്ളൂ. അയാൾ അവിടെ വന്നുകൊണ്ട് എന്നെ വിളിച്ചു, സാറേ എല്ലാം യാത്ര 2 മണിക്കൂറോടെ വൈകി, ഞാൻ ചെന്നാൽ ഒന്നുകൂടി അത് നന്നായിട്ട് പാടാമായിരുന്നു. ഞാൻ പറഞ്ഞു, രമേശ് നാരായണനെ വിളിക്കൂ. അല്ല, സാറൊന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ അങ്ങനെ രമേശനെ വിളിച്ചു. അല്ല, അയാൾ വരണമെങ്കിൽ വന്നോട്ടെ, പക്ഷേ അയാൾ എത്ര പാടിയാലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പിന്നെ എന്നെ ഇങ്ങനെ മാനസികമായി വിഷമിപ്പിക്കുക. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, എത്ര മോശമായാലും അത് മതി. വീണ്ടും സന്തോഷ് കേശവ് ചെന്ന് നന്നായിട്ട് വീണ്ടും പാടി. 2 മണിക്കൂർ എടുത്ത് അയാൾ ഒന്നുകൂടി ആത്മവിശ്വാസത്തോടെ പാടി. കൊള്ളൂല എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഈ മഹാൻ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അതിലൊരു 10 വരി ഉണ്ടെന്ന് വെച്ചോളൂ. 10 വരികളുണ്ടെങ്കിൽ നമ്മൾ യുഗ്മഗാനാവുമ്പോൾ ഒരു 5 വരി പെണ്ണിനും 5 വരി ആണിനും ആണല്ലോ. ഇയാൾ അതിൽ 10 വരി ഉണ്ടെങ്കിൽ അതിൽ 8 വരിയും ഡോക്ടർ രശ്മിയുടെ വരികൾ വച്ചിട്ട്, ശബ്ദം വച്ചിട്ട്, ഇയാളെ 2 or 3 വരി ഒഴിച്ച് ബാക്കിയെല്ലാം ഇറൈസ് കളഞ്ഞു. പാട്ട് മിക്സ് ചെയ്തിട്ട് ഇറൈസ് കളഞ്ഞു. അതായത് ഇനി അത് മിക്സ് ചെയ്യേണ്ട അവസ്ഥ വരരുത്. ഇങ്ങനെ മിക്സ് ചെയ്ത് അവിടെ കൊടുത്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ആ പാട്ട് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇയാൾ കണ്ണൂരേക്കും പോയി. ഞാൻ പിറ്റേ ദിവസം സ്റ്റുഡിയോ ചെന്ന് പാട്ട് കേട്ടപ്പോൾ
വലയം വലയം സ്നേഹവലയം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടാണ്. ആ വലയം വലയം വിളി മാത്രമേ ഉള്ളൂ സന്തോഷിൻ്റെ. പിന്നെ ഏതോ ഒരു വരിയും കൂടെ ഉണ്ട്. എനിക്ക് കേട്ട വലിയ പ്രയാസം തോന്നി. അപ്പോൾ SS ഡിജിറ്റലിലാണ് റെക്കോർഡ് ചെയ്തത്. ഞാൻ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ ഇതിന് ട്രാക്ക് ഇരിപ്പുണ്ടോ? ഇല്ല ഇല്ലേട്ടാ, അത് ഇന്നലെ തന്നെ അയാളെല്ലാം മാച്ചിട്ടാ പോയത്. എനിക്കൊക്കെ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമ്മൾ പൈസ മുടക്കി ചെയ്യുന്നൊരു പാട്ടിൻ്റെ ഞാൻ പറയുകയാണ്, വേണ്ട ഇനി സന്തോഷ് കേശവ് പറഞ്ഞ ആ ഡോക്ടർ രശ്മി ഇട്ട ഫീമെയിൽ വോയിസ് മാത്രം മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെന്നെ പാടിക്കണം. കാരണം ഇയാൾ മാച്ച് കളഞ്ഞു. ഞാൻ നേരെ ഇയാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത്, അന്നത്തെ കാലത്ത് ഇപ്പോഴും പറയും, അന്ന് വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, തൻ്റെ ശരീരത്തിലുള്ള വികലാംഗത്വം തൻ്റെ മനസ്സിലുമുണ്ട്. അങ്ങനെ ഒരു വികലാംഗത്വമുള്ള ഒരു മനസ്സുള്ളതുകൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തത് ഒരു പുതിയ പാട്ടുകാരനോട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തൊക്കെ പറയുമ്പോൾ മൊത്തം പറഞ്ഞിട്ട് ഞാനങ്ങ് ഫോൺ കട്ട് ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചു ആ പാട്ട് ഉപയോഗിക്കേണ്ടതെന്ന്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, ദൂരദർശന് വേണ്ടിയില്ലേ, ചെറിയ എമൗണ്ടിലൊക്കെ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ മനസ്സോടെ ആ പാട്ട് ഉപയോഗിച്ചു എന്നുള്ളൂ. അന്നേ ഞാൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ രമേശ് നാരായണനെ. അയാൾ ഈ കോംപ്ലക്സിൻ്റെ പുസ്തകമാണ്. ഈ നാഗസ്വരം വായിക്കാൻ പോകുന്ന പോലെ 10 വിരലിൽ 25 മോതിരവും ഒരു കോട്ടും അതിൻ്റെ പുറത്തൊരു കോട്ടും ഒക്കെ ഇട്ട് ഒരു പട്ടിയുടെ തുടൽ പോലത്തെ ഒരു വലിയ സ്വർണ്ണ ചങ്ങലിയൊക്കെ എടുത്തിട്ട് ഇയാൾ മറ്റ് സംഗീത സംവിധായകരെ പോലെ അല്ലല്ലോ ഇയാൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മലയാള സിനിമയിൽ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് സംഗീത സംവിധായകരില്ലേ? ഇപ്പോൾ ദേവരാജൻ മാഷ് എത്ര സിമ്പിളായ മനുഷ്യനല്ലേ, വെള്ളി ഇട്ടിട്ട്. അർജുന മാഷ്, ബാബുരാജ്, ദക്ഷിണാമൂർത്തി സ്വാമി, ഒരു ജുബയും ഒരു മുണ്ടും കൊണ്ട് ഒരാഴ്ച കമ്പോസ് ചെയ്യാൻ പോകുന്ന ആളാണ് സ്വാമി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഇങ്ങേ അറ്റത്ത് ഇളയരാജ വരെ എത്ര ലാളിത്യമുള്ളവരല്ലേ. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു നാഗസ്വരക്കാരൻ നിൽക്കും പോലെ 10 വിരലിൽ 20 മോതിരമൊക്കെ ഇട്ട് കയ്യിൽ കുറേ തുടലുകളൊക്കെ വാരിയിട്ട്. അത് അയാളുടെ സ്വകാര്യമാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് മണക്കും കാണുമ്പോൾ തന്നെ. എനിക്കിന്നലെ നമ്മുടെ റിട്ടയറായ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടു. അദ്ദേഹം പറയുകയാണ്, കണ്ണൂരിൽ വെച്ച് രമേശ് നാരായണന് ഒരിക്കൽ ഞാനൊരു അവാർഡ് നൽകി. അന്ന് ജയരാജ് അവിടെ ഇല്ലായിരുന്നുകൊണ്ടായിരിക്കണം, ജയരാജ് ഇല്ലാത്തത് നന്നായി, അതുകൊണ്ടായിരിക്കണം എൻ്റെ കയ്യിൽ നിന്ന് അയാൾ വാങ്ങിയത്. ഷീൽഡൊക്കെ ചോദിച്ചു വാങ്ങുന്നത് നല്ല ശീലമാണോ എന്നാണ് കമാൽ പാഷ ചോദിക്കുന്നത്. ആ ചടങ്ങിൽ ചെറുതായത് ആസഫ് അലി അല്ല, രമേശ് നാരായണനാണ് എന്നാണ് കമാൽ പാഷ പറയുന്നത്. ഒരുപാട് തലകുനിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആസിഫ് അലിക്കും ഫാൻസും പ്രശസ്തിയും ഒക്കെ ഉണ്ട്. അവിടെയാണ് എനിക്ക് തോന്നിയത് ഈ അതിവിനയം കാണിക്കരുത് ആസഫ് അലി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയരാജിന് എന്താ കൊമ്പുണ്ടോ? ഷീൽഡ് വാങ്ങാതെ പോകണമായിരുന്നു, രമേശ് നാരായണൻ പോകണമായിരുന്നു എന്നാണ് പറഞ്ഞത്. ജയരാജിൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ടേ പോകുള്ളൂ എന്ന് അത് സുഖിപ്പിക്കാനാണ്. ജയരാജ് വല്ലപ്പോഴൊക്കെ ഒരു സിനിമ ചെയ്യുന്ന ആളല്ലേ, അവാർഡ് വിന്നറൊക്കെ അല്ലേ. അപ്പോൾ അയാളെ ഒന്ന് സുഖിപ്പിച്ചാൽ, പതപ്പിച്ചാൽ നമുക്ക് ഇനിയും അവസരങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇയാൾ ജയരാജന്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, സ്റ്റേജ് കയറാൻ നേരത്ത് ജയരാജ് ഈ പുല്ല ഇവിടെ ഇരിക്കണം എന്നുള്ള ഓർമ്മ പോലും ഇല്ലാതെ കയറി അയാളുടെ ഷീൽഡൊക്കെ വാങ്ങിച്ചോണ്ട് ഇപ്പോൾ ഇയാളെ മൈൻഡ് ചെയ്തില്ല. നാണമുണ്ടെങ്കിൽ ഇയാൾ പിന്നെ ആ ജയരാജിനെ വിളിക്കും. ജയരാജ് വന്ന് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇയാൾ കാതിൽ പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ ഇന്നൊരാളിനോട് പറഞ്ഞു, വേണമെങ്കിൽ എനിക്ക് ഡബ് ചെയ്യാം. അത് ഇയാൾ പറഞ്ഞ ഇയാളുടെ ശരീരഭാഷ വെച്ച് ഇയാൾ എന്താണ് പറഞ്ഞതെന്ന് വേണമെങ്കിൽ ഞാൻ ഡബ് ചെയ്യാം. കാരണം അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാവും. അത് ആസ്വദിച്ച് ജയരാജ് ചിരിക്കുന്നതാണ് കാണാൻ. എന്നെ കണ്ടില്ല, വിളിച്ചില്ല എന്നൊക്കെ പരാതി പറയുക. കാലിന് പ്രശ്നമുള്ളതിനാലാണ് സ്റ്റേജിൽ കയറ്റാത്തത് എന്ന് നേരത്തെ തന്നെ എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല എന്ന് ഇയാൾ പറഞ്ഞു എന്ന് അവതാരക പറയുന്നു. എന്നെ മറക്കുകയോ വിളിക്കുകയോ ചെയ്യാത്ത ജയരാജിനോട് ഞാൻ പകരം വീട്ടിയതാണെന്നാണ് അയാൾ ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ സംഗീതം കൊടുത്ത സിനിമയുടെ സംവിധായകനായിരുന്നു ജയരാജ്. അയാൾ സ്റ്റേജിൽ കയറുമ്പോൾ എന്നെ മറന്നു, അതുകൊണ്ട് അയാൾക്ക് ഞാൻ ഒരു പണി കൊടുത്തതാണ്, അയാളെ വിളിച്ചോണ്ടെന്ന് ഞാൻ ഷീൽഡ് വാങ്ങിച്ചതെന്ന്. കള്ളം. അതിനുശേഷം ഇയാൾ പറയുന്നത്, ആസിഫ് അലി തരുമ്പോൾ ഇപ്പുറവശത്ത് എൻ്റെ സിനിമയുടെ സംവിധായകൻ കൂടെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നട്ടക്കുരുക്കത്തെ കള്ളമാണ് ഇയാൾ പറയുന്നത്. വാ തുറന്നാൽ കള്ളത്തരം അല്ലാതെ പറയില്ല. ഒന്നാമത് നിങ്ങളെ മനസ്സിലാക്കേണ്ട ഈ എന്താ പറയുക, ഈ രമേശ് നാരായണനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ക്യാമറകളുടെ സാന്നിധ്യം ആദ്യം പഠിക്കണം. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഞാൻ കേരളത്തിൽ കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ 2 പേരേ ഉള്ളൂ ക്യാമറയുടെ സാന്നിധ്യത്തിൽ ഒരു മണ്ടത്തരവും ചെയ്യാത്തവർ. ഒന്ന് പിണറായി വിജയൻ, ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിങ്ങൾ എവിടെയെങ്കിലും ഇവർ 2 പേരും എന്തെങ്കിലും ക്യാമറയുടെ മുന്നിൽ മണ്ടത്തരം കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവർ ക്യാമറയുടെ സാന്നിധ്യം മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. ഈ രമേശ് നാരായണൻ 10-50 ക്യാമറകൾ ചുറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ നുണ പറഞ്ഞാൽ പിടിക്കപ്പെടും എന്നെന്തോ അയാൾക്ക് മനസ്സിലായില്ല. അയാൾ പറയുന്നത് നട്ടാക്കുരുക്കാത്ത കള്ളമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇപ്പം ജയരാജ് സ്റ്റേജിൽ കയറിയപ്പോൾ എന്നെ വിളിക്കാത്തതുണ്ട് ആ വാശിക്ക്
ഞാൻ ജയരാജിൻ്റെ കയ്യിൽ നിന്ന് ഷീൽഡ് വാങ്ങിക്കണമെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെയാണ് ഇയാൾ ഇപ്പോൾ പറയുന്നത്. എനിക്ക് തരാതെ നാണം കെടുത്തിയ തൻ്റെ കോപ്പ് ഷീൽഡ് താൻ തന്നെ വച്ചോ എന്ന് പറഞ്ഞ് ജയരാജിന് നൽകിയാൽ അന്തസ്സുണ്ടായിരുന്നെ. ഇപ്പോൾ ജയരാജിനെ വിളിച്ച് വരുത്തിയിട്ട് ഈ ഷീൽഡ് തൻ്റെ കൂടെ അവിടെ കയറി വാങ്ങിക്കാനുള്ള യോഗ്യത എനിക്കില്ലേ, എനിക്കത് തരാതെ താൻ മാത്രം കയറി വാങ്ങിച്ചില്ല, എന്നാ വെച്ചോ തൻ്റെ കോപ്പ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത് നീ അന്തസ്സുണ്ട്. ഒന്നാമത് ഇയാളുടെ പറയുന്ന അവാർഡ് ഫലകമൊന്നും അല്ല, ഒരു ഷീൽഡാണ്. ആ ഫംഗ്ഷനിൽ പങ്കെടുത്തവർക്ക് കൊടുത്ത ഒരു ഷീൽഡ്. ഒരു മനുഷ്യനോടും ഇങ്ങനെ പെരുമാറരുത് എന്നാണ് കമാൽ പാഷ പറയുന്നത്. അദ്ദേഹം എന്തോ ഈ വിഷയത്തിൽ അല്പം ഒതുക്കിയാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് വേറെ ആരോ ആവട്ടെ, എ ഓർ ബി, ആരോടായാലും ഇത്തരത്തിൽ പെരുമാറരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫെഫ്കയുടെ തലവനായ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ഉദാരതയും ആസിഫ് കാണിച്ചു. വിവേകത്തോടെയും പക്വതയോടെയും രമേശൻ പെരുമാറണമായിരുന്നു. ഫെഫ്ക വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. രമേശ് നാരായണനെ ഫെഫ്ക തള്ളുകയും ചെയ്തു. ഇന്നലെ നടന്നതിൽ ജയരാജിൽ നിന്നും ഷീൽഡ് വാങ്ങണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആസിഫ് അലിയോട് രമേശ് നാരായണന് പറയാമായിരുന്നു, അനിയ ആ ജയരാജിനെ കൂടെ ഒന്ന് വിളിക്കുക, അയാളുടെ മുമ്പ് വെച്ച് ഇതെനിക്ക് വാങ്ങണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ കള്ളമാണെന്നേ. ഇത് ആസിഫ് അലിയെ പൊതുവേദിയിലൊന്നും ആക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്നുള്ള സത്യമാണ്. എനിക്കിവിടെ വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, അമ്മയ്ക്ക് പുതിയ ഭരണാധികാരികൾ വന്നല്ലോ. അഴകൊഴമ്പൻ ശൈലി അല്ല ഇനി അമ്മയുടേതെന്ന് തെളിയിക്കുന്ന രീതിയിൽ സിദ്ദിഖ് പ്രതികരിച്ചു. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആട്ടി അകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അടുത്ത 3 വർഷക്കാലം അമ്മയിലൊരു ആണൊരുത്തൻ ഉണ്ടാവും, പ്രതികരിക്കാനുണ്ടാവുമെന്ന് തോന്നി. സിദ്ദിഖിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. മ്യൂസിക് ഡയറക്ടർ ശരത്തിൻ്റെ കമൻ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രമേശ് അണ്ണാച്ചി എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഗീതജ്ഞനാണ്. മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല അണ്ണാച്ചി. ഇയാളെല്ലാവരും അണ്ണാച്ചി എന്നാണല്ലോ ശരത്ത് വിളിക്കുന്നത്. എൻ്റെ കുഞ്ഞനുജനാണ് ആസിഫ്. എവിടെ വെച്ച് കണ്ടാലും ആ നിഷ്കളങ്കമായ ചിരിയോടുകൂടി ശരത്തേട്ടാ എന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു പാവം ചെക്കനാണ്. പയ്യൻ പോലും അല്ല, ഒരു ചെക്കനാണ് ആസിഫ് എന്ന് പറയുന്നു. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിതനാകുന്നത് ആർക്ക് സഹിക്കാൻ പറ്റില്ല, ശരത്ത് പറയുകയാണ്. അപ്പോൾ ആസിഫ് അലിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പോട്ടള ചെക്ക, വിട്ടുകള. വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഒപ്പം ഞങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ വീണ്ടും ശരത്ത് പറയാണ്, രമേശൻ അണ്ണാച്ചി എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന ആളല്ല. പുരസ്കാരദാന ചടങ്ങിൽ നമുക്ക് പുരസ്കാരം തരുന്നത് ഒരു പ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ മേഖലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച ആളും ആയിരിക്കും. പുരസ്കാര ജേതാവിൻ്റെ പ്രവൃത്തി പുരസ്കാരം നൽകിയയാളെ വേദനിപ്പിച്ചുവെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഒരു ക്ഷമാപണം നടത്തണം. പക്ഷേ രമേശൻ അണ്ണാച്ചി ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആളാണ്. ഇതെന്ത് പറച്ചിലാണ് ശരത്ത് അണ്ണാച്ചി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൊരക്കിയും വാലാട്ടിയും ഒന്നിച്ച് ചെയ്യരുത് ശരത്തെ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് രമേശൻ അണ്ണാച്ചി എനിക്ക് ഹൃദയത്തിൽ ചേർന്നൊട്ടിച്ചവനാണ്, ആസിഫ് അലി എൻ്റെ ചെക്കനാണ്, എൻ്റെ അനുജൻ ചെക്കനാണ് എന്ന് പറയാം. ഒരേ സമയം 2 വള്ളത്തിൽ കാല് വയ്ക്കരുത്. അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ആലപ്പി അഷ്റഫിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ആമയിഴഞ്ചാൻ തോടിനേക്കാൾ മാലിന്യം നിറഞ്ഞ മനസ്സാണ് രമേശൻ്റെതെന്ന് ആലപ്പി അഷ്റഫ്. വകതിരിവ് വട്ടപൂജ്യമായിട്ടുള്ള രമേശൻ സിനിമയ്ക്ക് മാത്രമല്ല സാംസ്കാരിക ലോകത്തിന് തന്നെ അപമാനമാണ്. വീഡിയോയിൽ കണ്ടവരെ പോലും വിഡ്ഢികളാക്കിക്കൊണ്ട് പച്ചക്കള്ളം പറയുകയാണ് ഇയാൾ എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. 100% അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറയും. കാരണം കള്ളമാണ്, പച്ച നട്ട കുരുക്കാത്ത കള്ളമാണ് ഈ മനുഷ്യൻ പറയുന്നത്. ശ്രീകാന്ത് മുരളി എന്ന് പറഞ്ഞ നടനും സംവിധാനം ഒരാളുണ്ടല്ലോ, അയാൾ നേരിക്കണ്ട കാര്യം കുറിച്ചിട്ടുണ്ട്. ഞാൻ ദൃക്സാക്ഷിയാണ്. ആസിഫിൻ്റെ ആ ചിരിയിൽ ഉരുകിയില്ലാതായത് പണ്ഡിറ്റ്ജിയോടുണ്ടായിരുന്ന ബഹുമാനമാണ്. നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി പറയുകയാണ്, MT എന്ന ഇതിഹാസത്തിൻ്റെ മനസ്സിൽ വിരിഞ്ഞ കഥാപാത്രങ്ങളെ അമ്രപാളിയിലേക്ക് സന്നിവേശിപ്പിച്ച ധാരാളം കലാകാരന്മാരുടെ മുന്നിൽ ഈ അല്പത്തരം കാട്ടിയ രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞനോട് സഹതാപം മാത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്,
നമുക്ക് എത്രയോ പ്രഗത്ഭരായ ഇപ്പം ദേവരാജൻ മാഷ് നൽകിയ ഒരു സംഭാവനയൊന്നും ഈ ജന്മത്ത് രമേശ് നാരായണനും തരാൻ കഴിയില്ല. കഴിയുമോ? കഴിയില്ല. ദക്ഷിണാമൂർത്തി തന്ന, സ്വാമി തന്ന എന്തെങ്കിലും കഴിവ് ഇദ്ദേഹത്തിന് നമുക്ക് തരാൻ കഴിയും? ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ബാബുരാജ് തന്നുള്ള പാട്ടുകൾ ഇയാളെ കൊണ്ട് കഴിയുമോ? ഇല്ല, കഴിയില്ല. ഈ ജന്മം കഴിയില്ല. ആകെപ്പാടെ ഉള്ളത് ഈ ഉടുത്ത് കെട്ടി നടക്കുന്ന ഈ വേഷഭൂഷാദികൾ വെച്ച് നമ്മളെ പറ്റിക്കുന്നതാണ്. ഇയാളെക്കാളും എത്രയോ നന്നായിട്ട് ഗസലുകൾ പാടുകയും ഹിന്ദി പാട്ടുകൾ പാടുകയും ചെയ്യുന്ന നല്ല പാണ്ഡിത്യമുള്ള ആളെ ഇവിടെ ഇല്ലായിരുന്നു. വേറെ ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ഈ എന്താ പറയുക, കിന്നരി ഉടുപ്പൊക്കെ ഇട്ട് നമ്മളെ പറ്റിക്കുന്നതാണ്. അല്ലാതെ ഈ പറഞ്ഞ ബാബുരാജിൻ്റെ ഒന്നും 7 അയലത്തെത്തില്ല. രമേശ് നാരായണൻ എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒപ്പം ഞാൻ നേരത്തെ വലയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സംഗീതം കൊണ്ട് നടക്കുന്നൊരു മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ആസിഫ് അലിയോട് ചെയ്തത്. രമേശ, നിങ്ങൾ പണ്ട് രമേശ് കുമാർ ആയിരുന്നില്ലേ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. നമ്മളെ ജോൺ ബ്രിട്ടാസ് ചോദിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ കൂളായിട്ടാണ് ചോദിച്ചത്. രമേശ, നിങ്ങളുടെ പേര് രമേശ് കുമാർ ആയിരുന്നില്ലേ, എന്തിനാണ് നിങ്ങൾ രമേശ് നാരായണനായത് എന്ന് ചോദിച്ചു. ഒന്ന് ചമ്മി പരിങ്ങിയെങ്കിലും മറുപടി പറഞ്ഞാണ് രസം. യേശുദാസിൻ്റെ അച്ഛനോളം പ്രശസ്തനാണ് എൻ്റെ അച്ഛനും, അപ്പോൾ അച്ഛൻ്റെ പേര് കൂടി കയറ്റിയതാണ്. എന്തായാലും യേശുദാസിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫിനെ നമുക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഗായകനായിരുന്നു, നടനായിരുന്നു. അത്രയും പ്രശസ്തനായ ഒരു നാരായണനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. രമേശ് നാരായണൻ കേട്ട് കാണും, ബാക്കിയുള്ളവർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലുള്ളവർ പറയണം അങ്ങനെ ഒരു നാരായണൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പേരിൽ പോലും ഈ സിനിമാക്കാരനായപ്പോൾ ഒരു ഗും വരാനായിട്ട് പേരിൽ പോലും രമേശ് കുമാർ, രമേശ് നാരായണൻ, പിന്നെന്തോ പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നൊക്കെ ആയ ആളാണ്. ഈ ചടങ്ങ് നടന്നാണ് നിങ്ങൾ ആലോചിക്കുക. എം ടി വാസുദേവൻ നായരുടെ 91ാമത്തെ ദിവസത്തിലാണ് ഈ അശുഭകരമായ കാര്യം നടന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കും ടി വിയിൽ. തൻ്റെ സൃഷ്ടി എന്ന് അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം പറയാവുന്ന മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനടൻ്റെ നെഞ്ചിലേക്ക് മമ്മൂട്ടി കൊടുത്ത കേക്ക് വാങ്ങി തിന്നിട്ട് ഒരുപാട് അർത്ഥമുള്ള ചിരി ചിരിച്ചിട്ട് മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് വീഴുന്ന എം ടി സാറിനെ കണ്ടപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. വളരെ അവശനായിപ്പോയി എം ടി സാർ. എം ടി വാസുദേവൻ നായരുടെ 9 കഥകൾ 8 സംവിധായകർ 9 ചെറു സിനിമകളാക്കി മാറ്റുന്നതാണ്. അതിൻ്റെ ലോഞ്ചിങ് ആയിരുന്നു, അല്ലേ, ട്രെയിലറിൻ്റെ ലോഞ്ചിങ് ആയിരുന്നു. ആന്തോളജി വിഭാഗത്തിൽ മനോരഥങ്ങൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ട്രെയിലർ ലോഞ്ച് എം ജിയുടെ 91ാമത്തെ വയസ്സ് തികഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടത്താം എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ആവശ്യതയുണ്ടെങ്കിലും എം ടി സാർ വന്നത്. ചിത്രം ആഗസ്റ്റ് 15-ന് C5 എന്ന് പറഞ്ഞ CTVയുടെ ആ ചാനലിൽ വരും, OTT പ്ലാറ്റ്ഫോമിൽ വരും. അനാരോഗ്യത്തിൻ്റെ അവശതയിലും എം ടി മകളോടൊപ്പം എത്തി തൻ്റെ കണ്ടെത്തലായ മമ്മൂട്ടി നൽകിയ മധുരം കഴിച്ച് ആ നെഞ്ചിൽ അർത്ഥവത്തായ ഒരു ചിരിയോടെ തലചാച്ചി കിടക്കുന്ന എം ടി കഴിച്ച കേക്കിൻ്റെ അവശേഷിപ്പ് ചുണ്ടിലൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ സിദ്ദിഖ് ടിഷ്യൂ പേപ്പർ വെച്ച് ഒരു അച്ഛന് തുടച്ചു കൊടുക്കുന്ന വാത്സല്യത്തോടെ എം ടി സാറിന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചിരിക്കുന്നുണ്ട്. കമൽഹാസനാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എം ടിയുടെ കന്യാകുമാരിയിലൂടെ നായകനായതുകൊണ്ടായിരിക്കാം കമൽ ആ ദൗത്യം ഏറ്റെടുത്തത്. പ്രിയദർശൻ, ശ്യാമപ്രസാദ്, സന്തോഷ് ശിവൻ, ജയരാജ്, മഹേഷ് നാരായണൻ, രഞ്ജിത്ത്, രതീഷ് അമ്പാട്ട്, എം ടിയുടെ മകൾ അശ്വതി എന്നീ സംവിധായകരാണ് ഈ 9 സിനിമകൾ ചെയ്യുന്നത്. അതിൽ പ്രിയം മാത്രം 2. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, ബിജു മേനോൻ, ഇന്ദ്രജിത്ത്, ആസിഫ് അലി, വിനീത്, പാർവതി, സുരഭി ലക്ഷ്മി, ആൻ അഗസ്റ്റിൻ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ഓളവും തീരവും ശിലാലിഖിതം എന്ന് പറഞ്ഞ 2 ചിത്രങ്ങളാണ് പ്രിയദർശൻ ചെയ്യുന്നത്. എത്രയോ കാലം എം ടി സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി നടന്നിട്ടുള്ള സംവിധായകനാണ് പ്രിയദർശൻ. എന്തായാലും അദ്ദേഹത്തിന് ഓളവും തീരവും ശിലാലിഖിതം 2 ചെറിയ സിനിമകൾ ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. ഓളവും തീരത്തിൽ മോഹൻലാലും ശിലാലിഖിതത്തിൽ ബിജു മേനോനുമാണ് നായകന്മാർ. നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് ചെയ്തത് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന് പറഞ്ഞ എം ടിയുടെ കഥയാണ്. അതിൽ എം ടിയുടെ ആത്മകഥാംശമുള്ള നായകൻ എം ടിയുമായിട്ട് സാമ്യമുണ്ട്. PK വേണുഗോപാലാകുന്നത് മമ്മൂട്ടിയാണ്. ഷെർലോക്കിൽ ഫഹദ് ഫാസിലാണ് നായകൻ, മഹേഷ് നാരായണനാണ് സംവിധാനം. സിദ്ദിഖ് മുഖ്യവേഷത്തിലെത്തുന്ന അഭയം തേടി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത് സന്തോഷ് ശിവനാണ്.
നെടുമുടി വേണു, ഇന്ദ്രൻസ്, സുരഭി ലക്ഷ്മി എന്നിവർ അഭിനയിച്ച സ്വർഗം തുറക്കുന്ന സമയം ജയരാജ് സംവിധാനം ചെയ്തു. ഈ സ്വർഗം തുറക്കുന്ന സമയം ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ IV ശശി സിനിമയാക്കിയിട്ടുണ്ട്. മനോഹരമായ സിനിമയാണ്. ബാലങ്കൻ നായരും കുതിരോട്ടപ്പവും സീമയും ചെയ്ത വേഷമാണ് ഈ സ്വർഗം തുറക്കുന്ന സമയം എന്നുള്ള പുതിയ സിനിമയിൽ നെടുമുടി വേണുവും ഇന്ദ്രൻസും സുരഭി ലക്ഷ്മി ചെയ്യുന്നത്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്നത് കാഴ്ച എന്ന് പറഞ്ഞ കഥയാണ്. പാർവതി തിരുവോരത്താണ് നായിക. രതീഷ് അമ്പാട്ടിൻ്റെ ചിത്രം കടൽക്കാറ്റ്. ഇന്ദ്രജിത്തും അപർണ ബാലമുരളിയുമാണ് നായകനും നായികയും. MTയുടെ മകൾ അശ്വതി സംവിധാനം ചെയ്യുന്ന വിൽപ്പന എന്ന ചിത്രത്തിൽ ആസിഫ് അലിയും മധുബാലയുമാണ് പ്രധാന വേഷം ചെയ്യുന്നത്. ഈ ചിത്രത്തിൻ്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറും അശ്വതി തന്നെ. എന്തായാലും അശ്വതിക്ക് ഈ 10 പടത്തിൽ നിന്നും കൂടെ വലിയൊരു തുക കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മലയാളി ഫേസ്ബുക്കിൽ അനാവശ്യം എഴുതി കൂട്ടുന്നു എന്നാണ് രമേശ് നാരായണൻ പറയുന്നത്. രമേശ് നാരായണൻ ഒരാൾ വർണ്ണിച്ചത് കലാമണ്ഡലം സത്യഭാമയുടെ സഹോദരൻ എന്നാണ്. ഫേസ്ബുക്കിൽ എഴുതി കൂട്ടിക്കളയുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ പരാതി. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ പോരെ. താൻ എന്ത് പോക്കൃത്തിനും കാണിക്കുക, അതാരും എഴുതാൻ പാടില്ല എന്ന് എങ്ങനെ പറയും എൻ്റെ രമേശ് കുമാറെ? എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇങ്ങേർ താമസിക്കുന്നത്. രസകരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ. എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്, ഇങ്ങേര് താമസിക്കുന്നത്. ഇങ്ങേരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രമേശ് നാരായണൻ. പണ്ട് 10ാം ക്ലാസ്സിൽ ട്യൂഷന് പോയിട്ട് വരുമ്പോൾ നമ്മൾ പിള്ളേരെല്ലാം കൂടി റോഡെ ബഹളം വെച്ച് കളിച്ച് വരും. ഇങ്ങേരുടെ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ വീടിൻ്റെ പുറത്ത് വന്നിട്ട് നമ്മളെ വഴക്ക് പറഞ്ഞ് ഓടിക്കും, ശബ്ദം ഉണ്ടാക്കിയതിന്. ഇങ്ങേരുടെ മോൾ എൻ്റെ കൂടെയാണ് ട്യൂഷൻ പഠിക്കാൻ വന്നുകൊണ്ടിരുന്നത്. അവളും ഞാനും നല്ല ഫ്രണ്ട്സായിരുന്നു. ഒരിക്കൽ ഞാനും അവളും കൂടി സംസാരിച്ചുകൊണ്ട് റോഡിൽ കൂടി നടന്നു വരുമ്പോൾ ഇങ്ങേര് നമ്മളെ കണ്ടു. ഉടനെ കാറ് നിർത്തി അവളെ അകത്ത് കയറ്റി. രണ്ട് കുട്ടികൾ പോകുമ്പോൾ ആലോചിച്ച് നോക്കും, അയാളുടെ മോളെ മാത്രം കാർ കയറ്റി. അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ഈ കക്ഷിയുടെ ഒരു സ്വഭാവ മഹിമ. അവളെ അയാൾ കാറി കയറ്റി. എന്നെ ഒരു ദേഷ്യത്തോടെ നോക്കിയിട്ടാണ് അന്ന് അയാൾ പോയത്. അതിനുശേഷം ആ പാവം കൊച്ചിനെ എന്തേലും പറഞ്ഞ് ഇയാൾ പേടിപ്പിച്ച് കാണും. അതായിരിക്കും എന്നോട് പിന്നെ അവൾ മിണ്ടാതെയായി. മേലാൽ മിണ്ടിപ്പോരെന്ന് ഭീഷണിപ്പെടുത്തി കാണും. അന്നത്തെ സംഭവത്തിന് ശേഷം ഈ വേട്ടാവളിയനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഒരു സംഗീതജ്ഞൻ, ബഹുമാനമൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. അയാളെ സംബോധന ചെയ്യാണ് വേട്ടാവളി എന്ന്. ആലോചിച്ച് 2 ദിവസം കഴിഞ്ഞ് അവൾ അവിടെ ട്യൂഷനും നിർത്തി. ഇങ്ങേർക്ക് കിട്ടുന്ന തെറി എന്താ പറയുക, 100% ഡിസർവിങ് ആണ് എന്നാണ് അയാൾ എഴുതിയിരിക്കുന്നത്. പണ്ട് മുതലേ ഇങ്ങനെ ഒരുത്തനായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല, അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല. ഒരിക്കലും ഞാൻ അപമാനിക്കില്ല എന്നാണ് രമേശ് നാരായണൻ പറയുന്നത്. ഈ ആസിഫ് അലി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് ഇതിലപ്പുറം എന്ത് അവമാനിക്കാനെന്നേ ഞാൻ കേൾക്കുന്നത്. ഈ ആസിഫ് അലിക്ക് പകരം ഷൈൻ ടോം ചാക്കോ, അല്ലെങ്കിൽ എന്താ പറയുക, ഷൈൻ നിഗം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനാണ് ആ ഷീൽഡ് കൊടുക്കാൻ വന്നു നിന്നപ്പോൾ ഇദ്ദേഹം ഇതുപോലുള്ള മിമിക്രി കാണിച്ചിരുന്നെങ്കിൽ സത്യമായിട്ടും ആ ചടങ്ങ് അലങ്കോലമായനെ. ഷൈൻ ടോം ചാക്കയാണെങ്കിൽ വാങ്ങിക്കടോ എന്ന് തന്നെ പറഞ്ഞേ. താൻ തരോ, ഞാൻ തന്നാൽ വാങ്ങിക്കില്ലേ? എന്താ താൻ ആര് കോപ്പ്, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് 25 മോതിരം ഇട്ടോണ്ട് വന്ന ആളാണുണ്ടോ, വാങ്ങിക്കടോ എന്ന് അവൻ പറയണം എന്നാണ് ഞാനും പറയുന്നത്. ഈ ആസിഫ് അലി ഒരു മാന്യനായതുകൊണ്ട്, ഒരു പാവമായതുകൊണ്ടും അയാളുടെ ചിരിക്ക് കൊടുക്കണമല്ലോ അല്ലേ പൈസ. അയാളത് ചെയ്തില്ല. ഒരിക്കലും ആരും അവമാനിക്കില്ല എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. സന്തോഷ് കേശവിനെ 1999 അവമാനിച്ചതാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കഥ. അപ്പോൾ ഇയാൾ നട്ടകുറുക്കാത്ത കള്ളമേ പറയുള്ളൂ. മലയാളികളുള്ള ഒരു പ്രശ്നമാണ്, എന്തു വന്നു കഴിഞ്ഞാലും ഫേസ്ബുക്കിൽ അങ്ങ് എഴുതുക. എന്താ എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ യൂട്യൂബർമാർക്കെതിരെ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഈ ഫോണും മൈക്കും ഒക്കെ ആയിട്ട് നടക്കുന്ന, ക്യാമറയായിട്ട് നടക്കുന്ന യൂട്യൂബർമാരും ഇവിടെ വേണമെന്നേ. ഇതുപോലുള്ള കൂതറ പരിപാടികൾ ചെയ്യുമ്പോൾ അത് ചിത്രീകരിച്ച് തെളിവ് സഹിതം പുറത്തുവിട്ടാൽ, തെളിവ് പുറത്തുവിട്ടിട്ട് ഇയാൾ തള്ളി പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ആലോചിച്ച് ഞാൻ ആസിഫ് അലിയുടെ മുതകത്ത് തട്ടിയെന്ന് ഇയാളാ ഒരു ഫ്രെയിം ഒന്ന് കാണിച്ചു തന്നെ. ഞാൻ ഇതിലൂടെ ഒരു എപ്പിസോഡ് 30 മിനിറ്റ് ഞാൻ മാപ്പ് എന്ന് പറയാം, വിഷ്വലൊന്ന് കാണിച്ചു തരും. എന്നിട്ട് ഞാൻ അയാളുടെ പറഞ്ഞു, ഇവിടെ നിൽക്കൂ, ജയരാജ് സാറും കൂടെ വന്നോട്ടെ എന്ന് പറഞ്ഞു. ഒരു പുല്ലും പറഞ്ഞില്ല. ആസിഫ് അലിയുടെ മുഖത്ത് നോക്കിയില്ല ഇയാൾ. എന്നിട്ട് നട്ടാക്കുരുക്കാത്ത കള്ളവും പറയുന്നു. മലയാളികൾക്കുള്ള ഒരു പ്രശ്നമാണത്രേ, എന്തു വന്നാലും ഫേസ്ബുക്കിൽ അങ്ങ് എഴുതുക. അത് ഏത് ലാംഗ്വേജിൽ എഴുതണം, എങ്ങനെ എഴുതണം, വളരെ വൃത്തികെട്ട രീതിയിലാണ് എഴുതുന്നത്.
എങ്ങനെ എഴുതണം, ഏത് ലാംഗ്വേജിൽ എഴുതണം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് ഓരോരുത്തർക്കും തോന്നുന്ന ലാംഗ്വേജിൽ, തോന്നുന്ന ഭാഷയിൽ ചെയ്യും. അതിന് നിങ്ങൾക്കെന്താ? ഒരു സാമാന്യ നമുക്കൊരു അന്യോന്യ ബഹുമാനത്തിൽ എഴുതണ്ടേ എന്നാണ് അയാൾ ചെയ്യുന്നത്. അത് ബഹുമാനം നൽകേണ്ടവർക്കല്ലേ എഴുതേണ്ടുള്ളൂ. നിങ്ങളെപ്പോലുള്ള ഒരാളിന് എഴുതേണ്ട കാര്യം എന്താ രമേശ് നാരായണൻ? നിങ്ങൾ ബഹുമാനം അർഹിക്കുന്നില്ല എന്നേ. കോട്ടിട്ട താടി വെച്ച സത്യഭാമി എന്നാണ് വേറൊരാൾ എഴുതിയത്. എനിക്ക് വരുന്ന കമൻറ്റുകളെ കണ്ട ചിരിച്ചിരിച്ച് മണ്ണും വെപ്പിപ്പോകും. ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു. മൊമൻറ്റോ അവാർഡൊന്നും അല്ലെന്ന്, അത് മൊമൻറ്റോയാണ്. പച്ചക്കള്ളമാണ് ഇയാൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ നിന്ന് പിടിച്ചു വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ ക്യാമറയുടെ മുന്നിൽ ചന്തി തിരിഞ്ഞിരിക്കുന്നുണ്ട് ഇയാൾ വിചാരിച്ചാണ് ആരും കണ്ടു കാണില്ല. ആസിഫ് അലി എന്ന ഒരുത്തനെ തനിക്കറിയില്ല എന്ന തരത്തിൽ എതിർ ദിശയിലേക്ക് നോക്കി നിന്നിട്ടാണ് ഇയാൾ ഈ കള്ളം പറയുന്നത്. ഞാൻ ആസിഫ് അലിയോട് നിൽക്കൂ, ജയരാജ് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇയാൾ ഒരക്ഷരം പറഞ്ഞില്ല എന്നല്ല, അവനായതുകൊണ്ട് പാവമെന്നേ ചമ്മി നിൽക്കുന്നു. എന്നിട്ടും ഒരു വിളറിയ ചിരിയോടെ നിൽക്കുന്നു. MT സാറിൻ്റെ ആന്തോളജിയിൽ ഒരു സിനിമയ്ക്ക്, ജയരാജൻ്റെ സിനിമയ്ക്ക് ഞാൻ സംഗീതം കൊടുത്തിട്ടുണ്ട്. ആ വേദിയിൽ രഞ്ജിത്തിൻ്റെ പടമുണ്ട്. ആ ക്രൂവിനെ വിളിക്കുന്നു, സംഗീതത്തിൻ്റെ ആൾക്കാരെ വിളിക്കുന്നു, സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. അവർ റിസീവ് ചെയ്യുന്നുണ്ട്. എല്ലാ സംഗീത രംഗത്തുള്ളവരെയും അവിടേക്ക് വിളിക്കുന്നുണ്ട്. ജയരാജിൻ്റെ ഊഴം എത്തിയപ്പോൾ ജയരാജിനെയും ക്രൂവിനെയും വിളിക്കുന്നു. എൻ്റെ പേരവിടെ പരാമർശിക്കുന്നില്ല, വിളിക്കുന്നില്ല. എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ അപ്സെറ്റായി. നാണം ഉണ്ടെങ്കിൽ അപ്പോൾ ഇറങ്ങിപ്പോണമായിരുന്നേ. അതിന് ആസിഫ് അലിയോടാണ് നിങ്ങൾ ചുരുക്കി തീർക്കണേ. അല്ലെങ്കിൽ ജയരാജ് സ്റ്റേജ് കയറി എന്നിട്ട് പറയണ്ടേ, ഇതോ ഇരിക്കില്ലേ ആ കോട്ടിട്ട അയാളാണ് എൻ്റെ പടത്തിൻ്റെ സംഗീതം കൊടുത്തത്, അയാളെ കൂടെ വിളിക്കുന്ന ജയരാജാണ് പറയേണ്ടതെന്നേ. അപ്പോൾ നിങ്ങൾക്ക് അമർഷം വരേണ്ടത് ഒന്നുകിൽ എൻ്റെ സംഘാടകരോട്, അല്ലെങ്കിൽ MT സാറിൻ്റെ മകളുടെ അശ്വതിയോട്, ഇല്ല എങ്കിൽ ജയരാജിനോട്. ഇത് അതിന് പകരം ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്ത ആസിഫ് അലി എന്തിനാണ് നിങ്ങൾ കുരിശിക്കയറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയല്ലേ ചെയ്യാനുള്ളത്? അഥവാ ഇനിയിപ്പോൾ സംഘാടകർക്ക് അനൗൺസ് ചെയ്ത കുട്ടിക്ക് ജുവൽ മേരി അവർ വിളിച്ചപ്പോൾ, ഈ ജയരാജിൻ്റെ ക്രൂവിനെയൊക്കെ വിളിച്ചപ്പോൾ രമേശ് നാരായണനെ വിളിക്കാൻ വിട്ടുപോയി എന്ന് വെച്ചു. അപ്പം ജയരാജ് അവിടെ ഒന്നുകൂടെ പറയണ്ടേ, എൻ്റെ സംഗീത സംവിധായകനാണ് ആയിരിക്കുന്നത്, ആ കോട്ടിട്ട ആളെ ഒന്ന് വലിച്ച് മോളിൽ കയറ്റു എന്ന് പറയണ്ടേ? അതിന് നിങ്ങൾ ആസിഫ് അലിയോട് ചീത്ത വിളിച്ചിട്ട് കാര്യം എന്താ? രമേശിനെ വിളിക്കാഞ്ഞത് സ്റ്റേജിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ആളായതിനാലാണ് വിളിക്കാതിരുന്നത് എന്നാണ് അവതാരകയായ ജുവൽ മേരി പറയുന്നത്. എന്നെ സ്റ്റേജിലേക്ക് വിളിക്കരുതെന്ന് മുൻകൂട്ടി ഇദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് അവർ പറയുന്നത്. പടികൾ കയറി സ്റ്റേജിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നുവെന്നും ജുവൽ മേരി പറയുന്നു. ആസിഫ് അലി അടുത്ത സീറ്റിൽ ഇരുന്നതിനാൽ ഷോ ഡയറക്ടർ ആസിഫിനെ കൊണ്ട് കൊടുപ്പിച്ചു എന്നാണ് ജുവൽ മേരി പറയുന്നത്. കോമ്പയർ ചെയ്യുന്നവർ എൻ്റെ പേര് മാറ്റി വിളിച്ചു, സന്തോഷ് നാരായണൻ എന്ന് വിളിച്ചു. സന്തോഷമില്ലാത്ത മുഖമുള്ള നിങ്ങളെ സന്തോഷ് നാരായണൻ എന്ന് വിളിക്കാൻ പാടില്ല. എന്തോ ജുവൽ മേരിക്ക് എന്തോ തെറ്റി അവർ പറയുന്നു. എനിക്ക് തെറ്റിയെന്ന് എനിക്ക് തന്നെ തോന്നി. പക്ഷേ എൻ്റെ എഴുതി തന്നിരിക്കുന്ന സ്ക്രിപ്റ്റിലൊന്നും ഇദ്ദേഹത്തിൻ്റെ പേരില്ലാത്തതുകൊണ്ട് ആ കോട്ടിട്ടിരിക്കുന്ന ഹിന്ദിക്കാരൻ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ജുവൽ മേരിക്ക് അല്ലെങ്കിൽ അവിടെ ആ സ്റ്റേജിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന മുഴുവൻ പേർക്കും രമേശ് നാരായണനെ അറിയണമെന്നില്ലല്ലോ. അതെന്തോ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ജുവൽ മേരി പറഞ്ഞത് അടുത്തത് ചെറിയൊരു ക്ഷമാപണത്തോടു കൂടി തന്നെ, സർ പ്ലീസ്, ഞാൻ കേട്ടതാണ് ആ വീഡിയോ, അവർ പറയുന്നു അടുത്തത് ചെറിയൊരു ക്ഷമാപണത്തോടു കൂടി തന്നെ സർ പ്ലീസ്, സന്തോഷ് നാരായണൻ സാറിന് ചെറിയൊരു സമ്മാനം ആസിഫ് അലി നൽകും. ഇതാണ് അവിടെ അനൗൺസ് ചെയ്തത് അവർ. പ്ലീസ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവർ പറയുകയാണ്, പ്ലീസ് സാർ, നോട്ട് ഓൺ ദ സ്റ്റേജ്. ആസിഫ് അദ്ദേഹത്തിന് മൊമെൻറ്റോ നൽകി ആദരിക്കും. ആസിഫ് മൊമെൻറ്റോ താഴെ കൊണ്ടുവരുമെന്ന് വിളിക്കുന്നതിലുണ്ട്. സ്റ്റേജിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ആളുകളോട് താഴെ നിൽക്കുന്ന ആസിഫ് പറയുന്നുണ്ട്, മൊമെൻറ്റോ കൊണ്ടുവരൂ എന്ന്. നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കൂ. ജയരാജ് സാറിന് വേണ്ടി ചിത്രത്തിന് മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണൻ സാറാണ്. ജുവൽ മേരി വീണ്ടും പറയുകയാണ്. നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ, അപ്പോഴത്തേക്ക് അവർക്ക് ആരോ തിരുത്തി കൊടുത്തു, രമേശ് നാരായണൻ സാറിന് മൊമെൻറ്റോ നൽകിയിരിക്കുകയാണ് ആസിഫ് അലി. ജയരാജ് സാറിൻ്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. വീണ്ടും പറയുന്നു, ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല. അത് ജുവൽ മേരിയുടെ വിവരക്കേടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു. ആസിഫ് അലിയിൽ നിന്നും ഞാൻ വാങ്ങിച്ചു മൊമെൻറ്റോ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം വാങ്ങിച്ചില്ല. ആസിഫ് അലി ഓടിയോ അല്ല വന്നത്, ഇയാളുടെ തൊട്ടടുത്താണ് ഇരുന്നത്. ഇയാളുടെ അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ജുവൽ മേരി ആസിഫ് അലിയെ വിളിച്ചത്. അപ്പോൾ ആസിഫ് അലി അവിടെ നിന്ന് എണീറ്റതേ ഉള്ളൂ. ഇയാൾ പറയുന്നു ഓടി വരുന്നു എന്ന്, കിതച്ച് കയറി വന്നു. കാരണം അയ്യോ, പണ്ഡിറ്റ് രമേശ് നാരായണന് കൊടുക്കാനുള്ള ഷീൽഡ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഓടിക്കതച്ചൊന്നുമല്ലോ. അയാൾ അവിടെ സീറ്റിൽ നിന്ന് എണീക്കുകയാണ് ചെയ്തത്. അയാൾ എണീക്കുക മാത്രമല്ല, അയാളുടെ തൊട്ടടുത്ത് ബിജു മേനോനും പുറകിലിരുന്ന ഇന്ദ്രജിത്തും എണീറ്റു.
ഇയാൾ വിവരക്കേട് കാണിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയേ. ആദ്യം ബിജുമേനോ ഇരുന്നു, രണ്ടാമത് ഇന്ദ്രജിത്ത് ഇരുന്നു. കാരണം വിവരം കെട്ടവനാണെന്ന് പിന്നെയാണ് അവർക്ക് മനസ്സിലായത്. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ജയരാജ് മുന്നിലിരിക്കുകയാണ്, അപ്പോൾ ഒറ്റയ്ക്കല്ല ജയരാജും കൂടി വേദിയിൽ വരണമെന്ന് എനിക്ക് തോന്നി എന്നാണ് ഇയാൾ കള്ളം പറയണത്. ഇപ്പോൾ ജയരാജിനെയും കൂട്ടി ഞാൻ വിളിക്കുക, ജയരാജ് വരുമ്പോൾ ആസിഫ് അലിയുടെ കൈ എൻ്റെ കയ്യിലിരിക്കുക. ചുമ്മാ അപ്പോഴത്തേക്ക് ആസിഫ് അലി പൊക്കഴിഞ്ഞെന്നേ, എനിക്ക് റോളില്ല എന്ന് കണ്ടപ്പോൾ അയാൾ പോയി. അയാൾക്ക് മനസ്സിലായി ഇയാൾ ക്രിയേറ്റ് ചെയ്ത് കളിക്കുകയാണ്. വിളിക്കുന്നു, ടെൻഷൻ കാണുമല്ലോ എനിക്ക് എന്നെ വിളിക്കുമ്പോൾ. ജയരാജ് ജി കൂടി വരൂ. അയാൾക്ക് ജയരാജ് പടം കൊടുത്തുകൊണ്ട് അയാൾക്ക് മാത്രം ജി. എന്താ ആസിഫ് അലിക്ക് ജി ചേരില്ലേ? അയാൾ ആസിഫ് അലി അങ്ങ് പുല്ലുപോലെ പറയും, ജയരാജ് ജി വരുന്നു. ജയരാജ് ജി വന്നു കഴിയുമ്പോഴേക്കും ആസിഫ് അലി ഇല്ല. ആസിഫ് അലി എപ്പോഴേക്കും പോയി കഴിഞ്ഞു. തന്നിട്ട് ആസിഫ് അലി പോയി. അത് ഷീൽഡ് ഇയാളുടെ കൈ കൊടുത്തിട്ട് പോയെന്നാണ് പറഞ്ഞത്. നട്ടക്കുരുക്കത്തെ കള്ളമാണെന്ന് പറയണേ. ആസിഫ് അലിയെ ഞാൻ വിഷ് ചെയ്തു, ഒരു പുല്ലും ചെയ്തില്ല എൻ്റെ പൊന്ന് രമേശ് നാരായണ. കള്ളം പറയാതെ, ഇതൊക്കെ പച്ച കള്ളമാണെന്ന്, നട്ടാക്കുരുക്കാത്ത നുണയാണെന്നും ഇപ്പോൾ ഈ വീഡിയോകൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പറ്റിപ്പൊന്നും നടക്കില്ല. പണ്ട് പത്രമായിരുന്നപ്പോൾ 2 സ്നാപ്പല്ലേ ഉണ്ടാവും. ആ സ്നാപ്പ് എടുക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കേണ്ടി വരും. ഇപ്പോൾ അതൊന്നും നടക്കില്ല എൻ്റെ പൊന്ന് എന്താ പറയുക രമേശ് നാരായണ. പുള്ളി അപ്പോഴേക്കും പോയി കഴിഞ്ഞു. ആസിഫിനെ വിഷ് ചെയ്തു, പുറത്ത് ഞാൻ തട്ടുകയും ചെയ്തു. ഒരു തട്ടും തട്ടിയില്ല. ആസിഫ് എന്ന് പറഞ്ഞ ഒരുത്തൻ തൻ്റെ അടുത്ത് നിൽക്കുന്നു എന്ന് പോലും എന്താ പറയുക പരിചയം പോലും കാണിച്ചില്ല. ഒരു മനുഷ്യ ജീവി എൻ്റെ അടുത്ത് നിൽക്കുന്നു. അയാൾ സിനിമാക്കാരനാണെന്നുള്ള പോട്ടെ, അയാൾ അന്തസ്സുള്ള നല്ല കുറേ സംവിധായകരുടെ സിനിമകളിൽ അഭിനയിച്ച നടനാണ്, അതൊക്കെ പോട്ടെ. അയാളെ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് അയാൾ ഇങ്ങനെ പറയാണ്, ഞാനിങ്ങനെ പുറത്ത് കിട്ടുന്ന വീഡിയോ ഉണ്ടെന്ന്. രമേശ് നാരായണ ആ വീഡിയോ ഒന്ന് വിട്, ഞാനൊരു എപ്പിസോഡ് ചെയ്യാം, സോറി എന്ന്. കള്ളം പറയുന്നതിനൊരു ഒരു പരിധി വേണ്ടേ? അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ പുറത്ത് തട്ടിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ആസിഫിലെ കാണാമല്ലോ. അപ്പോൾ എവിടെ തട്ടിയത് ഇയാൾ? പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയി. ഇതാണ് നടന്നത് എന്നാണ് രമേശൻ പറയുന്നത്. കോമ്പയർ ചെയ്യാൻ ഓർഗനൈസ് ചെയ്തവർ തന്നെ ലിസ്റ്റിൽ രമേശ് നാരായണൻ്റെ പേരില്ലാതാക്കി. അത് അവരുടെ വീഴ്ചയാകാം എന്നാണ് ജുവൽ മേരി പറയുന്നത്. നിങ്ങൾ സ്റ്റേജിൽ കയറില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷീൽഡ് കയറണ്ട എന്ന് വിചാരിച്ചിട്ടാണോ, എന്താണെന്നുണ്ട് എനിക്ക് തന്ന ലിസ്റ്റിൽ, എനിക്ക് തന്ന പേപ്പറിൽ രമേശ് നാരായണൻ്റെ പേരില്ല എന്ന് ജുവൽ മേരി പറയുന്നു. പേര് തെറ്റി വിളിച്ചതിലെ പൊരുത്തക്കേടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് എന്നോടല്ലേ ദേഷ്യം വരേണ്ടത്? അദ്ദേഹം എന്നോടല്ലേ പരാതിപ്പെടേണ്ടത്? ദേഷ്യപ്പെടുകയോ പരാതിപ്പെടുകയോ ചെയ്യണമെങ്കിൽ ഞാനല്ലേ കോമ്പയർ ചെയ്തേ? എന്നെ വിളിച്ചല്ലേ പറയാം. നിങ്ങൾ എന്തിനാ എന്നെ സന്തോഷ് നാരായണൻ എന്ന് വിളിച്ചതെന്ന് ജുവൽ മേരിയോടല്ലേ ചോദിക്കുക. അതിന് ആ ചുരുക്കം മുഴുവൻ ആസിഫ് അലിയോട് ചേർക്കണം എന്തിനാ? ആങ്കർ എന്ന നിലയിൽ മനഃപൂർവ്വമല്ലാതെ തന്നെ എൻ്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചയ്ക്ക് 2 പേരോടും ഞാൻ സോറി പറയുന്നു എന്ന് ജുവൽ മേരി പറയുന്നു. അത് അവരുടെ ഒരു മാന്യത. നീലത്താമരയിൽ അഭിനയിക്കാൻ ലാൽ ജോസ് സാർ എന്നെ MD കൊണ്ടുവന്ന് കാണിച്ചു എന്ന് ആസിഫ് അലി പറയുന്നു. ഇതിനിടയിൽ നീലത്താമരയിൽ അഭിനയിക്കാൻ ഈ പയ്യൻ മതിയോ എന്നറിയാൻ വേണ്ടി ലാൽ ജോസ് കൊണ്ടുവന്ന് MD കാണിച്ചു. മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കി. 14 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ MD സാറിൻ്റെ തിരക്കഥയിൽ അഭിനയിച്ചു. അതും MD സാറിൻ്റെ മകൾ അശ്വതി മാം ചെയ്ത സിനിമയിൽ മധുബാലയോടൊപ്പം അഭിനയിച്ചു. ആ സന്തോഷം എനിക്കുണ്ട് എന്നാണ് ആസിഫ് അലി പറയുന്നത്. MD മമ്മൂട്ടി, ആസിഫ് അലിയൊക്കെ ആ വേദിയിൽ കാണിച്ച മാന്യത നമ്മൾ കണ്ടതാണല്ലോ. ഈ കൊച്ചു പയ്യനാണ്, 10-38 വയസ്സുള്ളെങ്കിലും അയാൾ എന്തൊരു പക്വതയോടെയാണ് ആസിഫ് അലി പെരുമാറിയത്. അതുപോലെ MDയും മമ്മൂട്ടിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് ഒരു അച്ഛൻ്റെ വാത്സല്യത്തോടെ, ഇതിലപ്പുറം മമ്മൂട്ടിക്ക് എന്ത് പുണ്യം വേണമെന്നേ, അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചായുന്നത് എന്ത് രസകരമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഒരു അച്ഛൻ മകൻ ബന്ധം തോന്നി. അത് രമേശ് നാരായണൻ കണ്ടു പഠിക്കണം, അല്ലെങ്കിൽ രമേശ് നാരായണന്മാർ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആസിഫ് അലി ഈ സംഭവത്തിന് ശേഷം മുൻനിരയിലിരുന്നവർക്ക് കൈ കൊടുക്കുന്ന രംഗം 1000 പ്രാവശ്യം രമേശ് നാരായണൻ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഉടലിലൊക്കെ അഭിനയിച്ചൊരു ദുർഗ എന്നൊരു നടിയുണ്ടല്ലോ, അവരൊരു ചങ്കൂറ്റം കാണിച്ചത് ഞാൻ കണ്ടു. ഈ ഷീൽഡ് വാങ്ങിച്ച് ജയരാജുമായിട്ട് ചേർന്ന് അവിടെ ഡ്രാമയൊക്കെ കളിച്ചിട്ട് ഇയാൾ തിരിച്ച് നടന്നു വന്നിട്ട് രമേശ് നാരായണോ അടുത്തിരിക്കുന്നവരെല്ലാം ഇളിച്ചുകൊണ്ട് കൈ കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഈ കുട്ടി, ഈ ദുർഗ അവിടെ നിന്ന് എണീറ്റിട്ട് ഇയാൾ പോയ ശേഷം അവർ തിരിച്ചു വന്ന് ആസിഫ് അലിക്ക് കൈ കൊടുക്കുന്ന വിഷ്വലുണ്ട്. നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കൂ. എനിക്ക് ആ ദുർഗയ്ക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. ജുബയും കോട്ടും 10 മോതിരവും വലിയ കയറും മാലയും അക്ബർ ചക്രവർത്തി ഇടുമ്പോഴത്തെ ചെരുപ്പെന്ന് കിട്ടതുകൊണ്ടൊന്നും വ്യക്തിത്വം ഉണ്ടാവില്ല എന്ന് ഇന്നലെ രമേശ് നാരായണൻ എറണാകുളത്ത് തെളിയിച്ചു എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ പണ്ഡിറ്റാണെന്നോ അല്ലെങ്കിൽ ഞാൻ പണ്ഡിറ്റ് ജസ്രാജിൻ്റെ ശിഷ്യനാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. മനുഷ്യനാവാൻ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പിന്തുണയ്ക്ക് നന്ദി. പക്ഷേ എന്നോടുള്ള പിന്തുണ മറ്റൊരാൾക്ക് വേദന ഉണ്ടാകരുത് എന്നാണ് വേറൊരു പിറ്റേ ദിവസം ഇന്നലെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നിടത്ത് ആസിഫ് അലി പറഞ്ഞത്. ഇന്നലെയാണോ ഇന്നാണെന്ന് പറഞ്ഞ ആസിഫ് അലി പറഞ്ഞത് അങ്ങനെയാണ്. പിന്തുണച്ചതിന് നന്ദി, പക്ഷേ എന്നോടുള്ള പിന്തുണ മറ്റുള്ളവർക്ക്, മറ്റൊരാളിന് വേദനയാകരുത്. യാതൊരു പരിഭവവും എനിക്കില്ല. അദ്ദേഹത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വിഷമമുണ്ടാക്കി. പ്രായവും പരിചയസമ്പത്തുമുള്ള ഒരാൾ തന്നോട് മാപ്പ് പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. താൻ കാരണം അദ്ദേഹം വിഷമിക്കാൻ പാടില്ലായിരുന്നു. വിദ്വേഷ പ്രകടനങ്ങൾ, മതപരമായ ചർച്ചകളിലേക്ക് നീങ്ങുന്നത് ഖേദകരമാണ്. ആസിഫ് അലി 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അത് തീർച്ചയായിട്ടും ഒരു മാന്യമായ കമൻ്റാണെന്ന് ഞാൻ പറയും. കാരണം അങ്ങനെ ഒരു പ്രതികരണം ആസിഫ് അലി നടത്തണം. ഇപ്പോൾ എന്നെ ഗൾഫിൽ നിന്നടക്കം ഒരുപാട് പേര് വിളിക്കുന്നവരൊക്കെ പറയുന്നത്, ചിലർ പറയുന്നത് ആസിഫ് അലിക്ക് അത്രയും കൊടുത്തത് നന്നായി എന്ന്, ചിലർ പറയുന്നത് ആസിഫ് അലിയെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യണേ, വളരെ മോശമായി ആസിഫ് അലിയോട് കാണിച്ചത്. അത് സംസാരിച്ച് വരുമ്പോൾ എനിക്ക് മനസ്സിലായത് 2 മതങ്ങളുടെ ആൾക്കാരായി വിഭജിക്കുന്നു. നമ്മളെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗതികേട് അതാണല്ലോ. അപ്പം ഞാനെല്ലാം കേട്ടോണ്ട് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് വച്ചു. നല്ല പക്വതയുടെയാണ് ആസിഫിൻ്റെ പ്രതികരണം. ഈ വിഷയം ആസിഫിനും ഗുണകരമായ മാറ്റം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൻ എന്ന നിലയിൽ ആസിഫ് അലി ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്യുന്നുണ്ട് എന്നുള്ള വ്യാപകമായ പരാതിയുണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ പരാതി. ഡേറ്റിനായി സമീപിക്കുന്നവരെ വർഷങ്ങളോളം നടത്തും എന്നല്ലാതെ തീരുമാനം പറയില്ല എന്നുള്ളതാണ് മറ്റൊരു പരാതി. ദോഷം പറയരുതല്ലോ. അങ്ങനെ നടത്തുന്നവരിൽ ജാതി മതം ഒന്നുമില്ല. എനിക്ക് വ്യക്തമായി അറിയാവുന്ന ചില മുസൽമാന്മാരായ സംവിധായകരോട് പോലും 3-4 വർഷമായിട്ട് കഥ കേട്ടിട്ട് മറുപടി പറയാതെ നടത്തുന്നത് എനിക്കറിയാം. അങ്ങനെ ഒരു കുഴപ്പം ആസിഫ് അലിക്കുണ്ട്. ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ തന്നിട്ട്, ആ ശരത്ചന്ദ്രൻ വയനാട് എന്ന് പറഞ്ഞ സംവിധായകൻ നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായെന്ന് ആസിഫ് അലി ആലോചിക്കട്ടെ. കാരണം ശരത്ചന്ദ്രൻ വയനാട് എന്നോട് വേദനയോടെ പറഞ്ഞു, ഈ ആസിഫ് അലി എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ ഇത്ര ബോർണായിപ്പല്ല, നിങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ മോനെന്നാണ് പറഞ്ഞത്, അവനൊരു കമ്മ്യൂണിസ്റ്റ് ഗുണവും ഇല്ല എന്നൊക്കെയാണ് ശരത് എന്നോട് പറഞ്ഞത്. ഈ അടുത്ത കാലത്തും ശരത്ചന്ദ്രൻ വയനാട് എന്നോട് പറഞ്ഞത്, ഈ കമ്മ്യൂണിസ്റ്റ് ബോയ് ഉണ്ടല്ലോ, ഈ ചെക്കൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് എൻ്റെ തിരക്കഥ മടക്കിത്തരാനുള്ള മര്യാദയെങ്കിലും അവൻ കാണിക്കണമായിരുന്നു, കാണിച്ചില്ല എന്ന് ശരത്ചന്ദ്രൻ എന്നോട് പറഞ്ഞു. മാത്രമല്ല, വയനാട്ടിൽ എവിടെയെങ്കിലും ഒരു ചിത്രീകരണത്തിന് ആസിഫ് അലി വന്നാൽ അവൻ്റെ ക്യാമറയുടെ മുന്നിൽ കയറി നിന്ന് ഷൂട്ടിംഗ് മുടക്കി, ഇനി എത്ര പോലീസിനെ വെച്ച് ഷൂട്ട് ചെയ്താലും ശരി, ആ ക്യാമറയുടെ മുന്നിൽ കയറി നിന്ന് ഷൂട്ടിംഗ് മുടക്കി തിരക്കഥ തിരിച്ചു തരാതെ ഒരു ഷോട്ട് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ശാന്തിപിള്ളേ അല്ലെങ്കിൽ ദിനേശ് ചേട്ടാ എന്ന് എന്നോട് ശരത്ചന്ദ്രൻ വയനാട് പറഞ്ഞു. ഈ നിലപാട് ശരിയല്ല ആസിഫെ. ചുരുങ്ങിയത് ബോബൻ കുഞ്ചാക്കയും പൃഥ്വിരാജും ദുൽഖറും പ്രണവും ഒക്കെ കാണിക്കുന്ന മാന്യതയെങ്കിലും താങ്കൾ കാണിക്കണം. അവരൊന്നും ആരും നടത്താറില്ലെന്നേ. ഇത്രയും വർഷമായിട്ട് ബോബൻ കുഞ്ചാക്കയെക്കുറിച്ച് ആരെങ്കിലും പരാതി പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞത് മലയാള സിനിമയിലെ ജെന്റിൽമാൻ പൃഥ്വിരാജ് എന്നാണ്. കാരണം നടക്കോ ഇല്ലേ, കട്ടൻ റൈറ്റർ അയാൾ കാര്യം പറയേ എനിക്ക് ചെയ്യാൻ പറ്റില്ല, നടത്തില്ല. പക്ഷെ നിങ്ങളെപ്പോലെ ചിലർ സുഖിപ്പിച്ച് സംസാരിച്ച് വർഷങ്ങളോളം നടത്തിയ ആളുകളുടെ പ്രാക്ക് വാങ്ങിക്കുകയാണെന്നേ. മതത്തിൻ്റെ പേരിൽ രമേശ് നാരായണൻ്റെ ഇഷ്യൂ മാറ്റാൻ ശ്രമം നടക്കുന്നു എന്ന കാര്യം മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആസിഫ് അലി വേഗം മനസ്സിലാക്കി എന്നുള്ളതാണ് ആസിഫ് അലിയോട് എനിക്കുള്ള വേറൊരു ബഹുമാനം. ഇതിനെ മതവിഷയമാക്കി മാറ്റാൻ പാകത്തിൽ 2 പക്ഷത്തു നിന്നും ആളുകൾ ഇറങ്ങി എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാന്നാർമത്തയിലാണെന്നൊന്നും ജനാർദ്ദനം പറഞ്ഞ പോലെ കോംപ്ലിമെൻറ്റ്സ് ആക്കി സംഭവം തീർത്തു. ഇതിൽ നിന്നും പഠിക്കുമോ രമേശ് നാരായണൻ എന്നെനിക്കറിയില്ല. പഠിച്ചാൽ നല്ലത്. ചിലർ അങ്ങനെയാണെന്നേ, ജീവിതകാലം മുഴുവൻ പഠിക്കില്ല. ഇപ്പോൾ ഇവിടെ പറയാമോ എന്ന് എനിക്കുണ്ടോ, നമ്മളെ മലയാളത്തിൽ ഞാൻ ദൈവതുല്യനായി കാണുന്ന ആളാണ് ടി പത്മനാഭൻ. അദ്ദേഹം സർവീസിലുണ്ടായിരുന്ന കാലത്ത്, FICറ്റിലുണ്ടായിരുന്ന കാലത്ത് കാണിച്ച ഒരു ചെറ്റത്തരമുണ്ട്. ഇദ്ദേഹത്തിന് കുട്ടികളില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹവും ഭാര്യയുമാണ് താമസിക്കുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് മുന്നിൽ ഒരുപാട് പേരമരമുണ്ട്. അതിൽ നിറയെ പേരയ്ക്ക കഴിക്കും. നമ്മളൊക്കെ പള്ളിക്കടുത്ത് പിടിക്കുമ്പോൾ മാങ്ങ എറിയുക, പുളി എറിയുക, പേരയ്ക്ക പറിക്കുക, ഇതൊക്കെ ചെയ്യുന്നവരാണല്ലോ. വയലിൽ നട്ടിരിക്കുന്ന പയർ പറിക്കുക, അതൊക്കെ കുട്ടിത്വത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇദ്ദേഹം താമസിക്കുന്ന ക്വാർട്ടേഴ്സിനടുത്തുള്ള ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന ഏതോ 3-4 കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് പേരയ്ക്ക പറിക്കുമായിരുന്നു. അങ്ങനെ പേരയ്ക്ക പറിക്കുമായിരുന്ന കുട്ടികളെ ഒരു ദിവസം ഇയാൾ 4 പേരെയോ 3 പേരെയോ കാറിടുന്ന ഗ്യാരേജിനകത്തിട്ട് പൂട്ടിക്കളഞ്ഞു, കതവ് പൂട്ടിക്കളഞ്ഞു. മണിക്കൂറുകൾ കഴിഞ്ഞ് സന്ധ്യയായി, കുട്ടികളെ കാണാനില്ല.
ആ കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും ആ ഏരിയ മുഴുവൻ അന്വേഷിക്കുകയാണ്, കരച്ചിലും ബഹളവും ഒക്കെ. ഇയാൾ മാത്രം കുലുങ്ങാതെ നിൽക്കുക, ഇതൊന്നും അറിയാത്ത പോലെ. എല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവശതയിലായ കുട്ടികളെ രാത്രിയുടെ ഏതോ സമയത്ത് ഇയാൾ അഴിച്ചു വിട്ടു എന്ന് പറയുന്നു. എന്നോട് കളമശ്ശേരിയിലുള്ള ഒരാൾ പറഞ്ഞതാണ്. ടി പത്മനാഭ സാറിനെ പോലെ ഒരാൾക്ക് അത് ചെയ്യാമോ? ആ കുട്ടികൾ അതിനകത്ത് കിടന്ന് ഓക്സിജൻ കിട്ടാതെ ചത്തുപോയാൽ എന്ത് ചെയ്യുമായിരുന്നു? പേടിച്ചു പോകും എന്തായാലും കുട്ടികൾ. ഇരുട്ടത്തല്ലേ, മുറിക്കകത്ത് ഒരു കാർ ഷെഡിനകത്ത് അടച്ചു പൂട്ടിയിടുക എന്ന് പറഞ്ഞ പേരൊക്കെ പറിച്ചതിന്. എനിക്കെന്തോ രമേശ് നാരായണൻ്റെ കാര്യം കേട്ടപ്പോൾ ടി പത്മനാഭൻ സാറിൻ്റെയും ഈ കഥ എനിക്ക് ഓർമ്മ വന്നു. ഹിന്ദുസ്ഥാനി പഠിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ വിദ്യാമൂർത്തി സരസ്വതി അല്ല ദുർഗയാണെന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. വിദ്യയുടെ മൂർത്തി എന്ന് പറഞ്ഞാൽ സരസ്വതിയാണില്ലേ. സരസ്വതി താമരപ്പൂവിലാണ് ഇരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ സ്റ്റോറിയിൽ പറയുന്നതാണ്. താമരപ്പൂവിൻ്റെ പ്രശ്നം വെള്ളത്തിൽ നിൽക്കുന്ന ചെടിയല്ലേ. അല്പം ബലം കൊടുത്താൽ, അല്പം കനം കയറിയാൽ മതി, തണ്ടൊടിഞ്ഞു പോകും. വെള്ളത്തിലല്ലേ ഈ താമരത്തണ്ട്. കലാകാരന്മാരും കലാകാരികളും ഇതെന്നും ഓർക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. അഹങ്കാരം ഒരു കലാകാരനോ ഒരു കലാകാരിക്കോ പറഞ്ഞിട്ടുള്ളതല്ല. MS ബാബുരാജിന് ശേഷം ഹിന്ദുസ്ഥാനി മലയാള സിനിമാ ഗാനങ്ങൾക്ക് ഭംഗിയായി ഉപയോഗിക്കാം എന്ന് തെളിയിച്ച സംഗീതകാരനാണ് എന്തായാലും രമേശ് നാരായണൻ. മനസ്സ് വച്ചിരുന്നെങ്കിൽ ഉമ്പായിയും ഈ മേഖലയിൽ വരദാനമായനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തോ ഉമ്പായി ഉഴപ്പിക്കളഞ്ഞു. അങ്ങനെ മിടുക്ക് തെളിയിച്ച ഒരാൾ കോട്ടും മോതിരങ്ങളും തുടല് പോലുള്ള മാലയും ഇട്ടാൽ മാത്രം പോരാ, മനുഷ്യനാകുക കൂടി ചെയ്യണം. ഈ അനുഭവത്തോടെയെങ്കിലും അദ്ദേഹം അത് പഠിക്കണം എന്ന് ഞാൻ പറയും. ആസിഫ് അലിയെ അപമാനിച്ചതല്ല, സംവിധായകനോടുള്ള നന്ദി പ്രകടിപ്പിച്ചതാണ് എന്നാണ് ഇപ്പോൾ ജയരാജൻ പറയുന്നത്. ജയരാജ് പറയുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ, എൻ്റെ സിനിമയിലാണല്ലോ അയാൾ റീറെക്കോർഡ് ചെയ്തത്. ആ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ആസിഫ് അലിയെ പുച്ഛിച്ച് തള്ളിയിട്ട് എന്നെ വിളിച്ച് ചെയ്യുന്നത്. എന്നോട് ഈ സംഭവത്തിൽ, ഈ ആന്തോളജി സിനിമകളുടെ ലോഞ്ചിങ്ങിൽ ഏറ്റവും മോശമായി പെരുമാറിയത് ആര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജയരാജാണ്. കാരണം ജയരാജിൻ്റെ സിനിമയിൽ ജയരാജ് പോലും എന്താ പറയുക മറന്നതിൻ്റെ പ്രതികാരം. ജയരാജിൻ്റെ സിനിമയിൽ രമേശ് നാരായണൻ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റേജിൽ കയറാൻ നേരത്ത് ജയരാജല്ലേ അയാളെ മറ്റേ സംഘാടകർ മറന്നുപോയാലും വിളിച്ചു കയറ്റേണ്ടത്. അങ്ങനെ വിളിച്ചു കയറ്റാത്ത ജയരാജ് ജി ജയരാജ് ജി എന്നൊക്കെ വിളിക്കുന്ന ആൾ വിളിച്ചു കയറ്റിയില്ലെങ്കിൽ അയാളാണ് വേണം രമേശ് നാരായണൻ ചീത്ത പറയേണ്ടത്. താൻ എന്ത് കോപ്പടോ കാണിച്ചത്? തൻ്റെ പടത്തിൽ ഞാനല്ലേ മുട്ടയിട്ടത്? എന്നെ വിളിക്കാതെ താൻ സ്റ്റേജിൽ കയറി വലിയ മറ്റവനായിട്ട് നിൽക്കണമെന്ന് അയാളുടെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ രമേശ് നാരായണനെ ആണെന്ന് പറഞ്ഞനെ. ഇതത് ചെയ്തില്ല. പക്ഷേ എനിക്ക് ജയരാജിനോട് പറയാനുള്ളത്, പണ്ടൊരു വരിയുണ്ടായിരുന്നു, ഒരു കവിത ഉണ്ടായിരുന്നു. പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ എന്ന് പറയുന്നൊരു കവിത ഉണ്ടായിരുന്നു. ഈ പൊട്ടക്കുളത്തിൽ കിടക്കുന്ന നീർക്കോലി വിചാരിക്കുന്നത് ഞാനാണ് രാജവെമ്പാല എന്നാണ്. കാരണം അവൻ പുറം ലോകം കാണുന്നില്ല എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ ഭാഗ്യമാണോ ഭാഗ്യക്കേടാന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ G അരവിന്ദനും ബക്കറും അടക്കമുള്ള പ്രശസ്തരായ മിടുക്കരായ സംവിധായകരൊക്കെ അകാലത്തിൽ ഇവിടെ വിട്ടുപോയി. അടൂർ ഗോപാലകൃഷ്ണനും TV ചന്ദ്രൻ്റെയൊക്കെ എന്താ പറയുക അവസാനം ചെയ്ത സിനിമകൾ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയുന്ന തരത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി. അങ്ങനെ പോകുന്ന സ്ഥലത്താണ് കുറേ കാലമായിട്ട് എന്താ പറയുക ജയരാജ് എന്ന് പറഞ്ഞ സംവിധായകൻ നോട്ടബിളായി മാറുന്നത്. അതും ജോണി വാക്കർ പോലെ ഹൈവേ പോലുള്ള മൂന്നാം കിട കമേഴ്ഷ്യൽ പടങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ജയരാജ് ആ ദേശാടനം എന്ന് പറഞ്ഞ പടത്തോടെയാണല്ലോ ഇദ്ദേഹം ഒരു ട്രാക്ക് മാറ്റുന്നത്. അല്ല ഭാരതം വയ്ക്കുന്ന പോലത്തെ ഒരു ഫ്രെയിം പോലും ജയരാജൻ വച്ചിട്ടില്ല എന്നുള്ളത് എന്താ പറയുക സത്യസന്ധമായ ഒരു കാര്യമാണ്. ജയരാജ് നവസിനിമയുടെ അപ്പോസ്തലനായി നല്ലത്. ഞാനും ഒറ്റാലിന് വേണ്ടി ഫിലിം ഫെസ്റ്റിവലിൽ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ആളുകളിൽ ഒരാളാണ് ഞാൻ. ഇനി ഒളിച്ചു വയ്ക്കണം എന്തിന്? പക്ഷേ ആസിഫ് അലിയെ ഒന്ന് നന്നായി ഊതാനായി ജയരാജിനെ രമേശൻ വിളിച്ചപ്പോൾ അങ്ങനെ ജാടയിലൊന്നും എണീറ്റ് പോകരുതായിരുന്നു ജയരാജൻ. നിങ്ങളെ മനസ്സ് വളർന്നിട്ടില്ല എന്ന് മനസ്സിലായത് ഈ കോട്ടിട്ടവൻ അവിടെ ഒന്നുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോഴേ നിങ്ങൾ ആ കറുത്ത ഉടുപ്പൊക്കെ ഇങ്ങനെ പിടിച്ച് താഴ്ത്തിയിട്ടിട്ട് വീരശൂര പരാക്രമിയായിട്ട് എണീറ്റ് പോയത് കണ്ടപ്പോൾ സത്യമായിട്ട് ജയരാജ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നി. അവിടെ ചെയ്തതിൽ ജയരാജാണ് രമേശ് നാരായണനേക്കാളും ബോറൻ എന്ന് ഞാൻ പറയും. കാരണം ആസിഫ് അലിയെ പോലെ ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് ഷീൽഡ് കൊടുക്കാൻ സംഘാടകർ വിളിക്കുന്നു. ആ സംഘാടകർ വിളിച്ച ആസിഫ് അലിയിൽ നിന്ന് ഞാൻ ഷീൽഡ് വാങ്ങില്ല എന്ന് ശടിച്ച് ആ ഷീൽഡ് കയ്യിൽ വെച്ചുകൊണ്ട് ജയരാജനെ വിളിക്കും. ജയരാജന് പോകാൻ എന്ത് യോഗ്യതയുണ്ട്? ആ അവതാരകർ പറയണ്ടേ? അവിടെ നിന്ന് ഇത് ഈ പ്രോഗ്രാം കമ്പോസ് ചെയ്ത ഒരാളവിടെ ഉണ്ടാവില്ല, ഒരു ഡയറക്ടർ. അയാൾ നിങ്ങളോട് പറഞ്ഞോ എണീറ്റ് നിന്ന്
ഇയാൾക്ക് രമേശ് നാരായണന് ഷീൽഡ് കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പം നിങ്ങൾ ഒരു അഹങ്കാരത്തോടുകൂടി അല്ലെങ്കിൽ ഒരു സർവ്വ പുച്ഛത്തോടുകൂടി അല്ലെങ്കിൽ ആസിഫ് അലി എന്നുള്ള പേരിനോട് പോലും നിങ്ങൾക്ക് എന്തോ പുച്ഛമുള്ളതുപോലെ നിങ്ങൾ നടന്ന് ചെന്നിട്ട് ജാടയിൽ എണീറ്റ് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് പിന്നെ ഈ പറഞ്ഞ കോട്ടിട്ട സാറിനെ കെട്ടിയൊക്കെ പിടിച്ച് ആളാകാൻ ശ്രമിച്ചത് ഭയങ്കര ബോറായിപ്പോയി ജയരാജ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു ചെറുപ്പക്കാരനെ പൊതുവേദിയിൽ ഇൻസൾട്ട് ചെയ്യാൻ ഒരുത്തൻ ബോധപൂർവം ശ്രമിക്കുമ്പോൾ അതിന് വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുന്ന പണി ജയരാജ് ചെയ്തത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെറുപ്പക്കാരുടെ താഴ്മയാർന്ന നിർദ്ദേശങ്ങളെ വകവയ്ക്കാതെ ദേശീയ പുരസ്കാരം വാങ്ങിച്ച ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മളെ ഗാനഗന്ധർവൻ യേശുദാസ്. പ്രധാനപ്പെട്ട 5 or 10 പേർക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് രാഷ്ട്രപതി അവാർഡ് കൊടുക്കും, ബാക്കി അവാർഡെല്ലാം വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി കൊടുക്കുമെന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായല്ലോ. അന്ന് പോലും മലയാളികളായ മുഴുവൻ പേര് ചെന്ന് ദാസേട്ടൻ വാങ്ങരുതെന്ന് പറഞ്ഞപ്പം നീയൊക്കെ പോടതിൻ്റെ ഇതിലേക്ക് ഞാൻ വാങ്ങും എന്ന് പറഞ്ഞ് വാങ്ങിയ യേശുദാസ് കാണിച്ചതിനേക്കാളും മോശമായിപ്പോയി ജയരാജ് ഞാൻ എറണാകുളത്ത് കാണിച്ചത് എന്ന് ഞാൻ പറയും. താങ്കളുടെ ചിരിയും മുഖഭാവവും കണ്ടപ്പോൾ ആസിഫ് അലിയുമായി അതിരുവഴക്കുള്ളതുപോലെ എനിക്ക് തോന്നി. യവനിട്ടൊരു പണി കൊടുക്കാൻ കിട്ടിയ നല്ല സന്ദർഭമാണ്, അതങ്ങ് ഉപയോഗിച്ച് കളയാമെന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് നിങ്ങളുടെ ആ ചിരിയിലും ഈ രമേശ് നാരായണനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് തോന്നി. ഇത്രയും അധപ്പതിക്കരുത് ഒരു കലാകാരൻ എന്നാണ് ജയരാജിനോട് എനിക്ക് പറയാനുള്ളത്. താങ്കളിൽ നിന്നും ഒരു ഷീൽഡ് വാങ്ങാൻ വരുന്ന ജയറാം അകലെ ഇരുന്ന ഷാജിയൻ കരുണിനെ വിളിച്ചിട്ട് ഇപ്പം നിങ്ങൾ ജയരാജ് ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്, അവതാരക വിളിച്ചു പറഞ്ഞു അടുത്തതായി ജയറാമിനാണ് അവാർഡ് കൊടുക്കുന്നത്, ജയരാജാണ് എന്ന് പറഞ്ഞു. ജയരാജ് വന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ കൈ ഈ ഷീൽഡ് തന്നിരിക്കുമ്പോൾ ജയരാജ് നിങ്ങളെ അടുത്ത് വന്ന് നിന്നിട്ട് ഷാജിയൻ കരുണിനെ കൈ അണിച്ച് വിളിച്ചിട്ട് എനിക്ക് ഷാജിയൻ കരുൺ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷാജിയൻ കരുണിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഷീൽഡിനെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് അങ്ങനെ തിരി ഇങ്ങനെ തിരി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്താൽ താങ്കൾക്ക് എത്ര നോവുമോ ആ വേദനയാണ് ആസിഫിനുണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ജയരാജിനില്ലാതെ പോയതും മോശമായി പോയി എന്നേ പറയാനുള്ളൂ. അല്പം കൂടി വിശാലമാകണം നിങ്ങളുടെയൊക്കെ മനസ്സെന്ന് ഞാൻ പറയും. എന്തായാലും ഈ പറയുന്ന ആന്തോളജി ഫിലിമിൻ്റെ ലോഞ്ചിങ്ങിൽ അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ചിങ്ങിൽ ആസിഫിലോട് രമേശ് നാരായണൻ കാണിച്ചതും രമേശ് നാരായണന് വേണ്ടി ജയരാജ് കാണിച്ചതുമൊക്കെ വിശദമായി ഇതിനപ്പുറം ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെയും എം ടിയും മമ്മൂക്കയുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ ആ വിഷ്വൽ എനിക്ക് മനസ്സിൽ നിന്ന് മായുന്നതേയില്ല. എം ടി സാറിനെ പോലുള്ളവരൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിച്ചിരുന്നതെന്ന് അഭിമാനത്തോടെ പറയാം മലയാളിക്ക്. പക്ഷെ ആ മനുഷ്യൻ്റെ 91ാം വയസ്സ് ആഘോഷിക്കുമ്പോൾ ഇത്രയും അവശതയുണ്ടായത് കണ്ടപ്പോൾ ആ അവശനായ മനുഷ്യൻ ചിരിക്കൊക്കെ വലിയ പിശുക്കുള്ള ആളല്ലേ, ആരെങ്കിലും കൈ കൊടുക്കുന്നതോ ആരെങ്കിലും കെട്ടിപ്പിടിക്കുന്നതോ ഒക്കെ വളരെ വിരളമാണ്. മമ്മൂട്ടിയെ പോലും ഇങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല, ഞാൻ ഇങ്ങും കണ്ടിട്ടില്ല. പക്ഷേ ആ 91ാം വയസ്സുകാരൻ മമ്മൂക്ക കൊടുത്ത കേക്ക് വാങ്ങി തിന്നിട്ട് ഈ എന്താ പറയുക കിളികളൊക്കെ കൊണ്ടുവന്ന് ചുണ്ടിൽ കുട്ടി കിളികൾക്ക് വെച്ച് കൊടുക്കുന്ന പോലെ മമ്മൂക്ക വെച്ച് കൊടുത്ത ആ കേക്ക് മധുരം നുണഞ്ഞിട്ട് ഒരു വല്ലാത്ത ചിരിയോടെ മമ്മൂക്കയുടെ നെഞ്ചിലേക്ക് എം ടി സാർ ചായുന്നത് കണ്ടപ്പോൾ, ആ നിർവൃതി നോക്കി നിൽക്കുന്ന അശ്വതിയെ കണ്ടപ്പോൾ, അശ്വതി ചിരിക്കുന്ന കണ്ടപ്പോൾ, ആ ചടങ്ങ് വളരെ മഹനീയമായ ചടങ്ങായിരുന്നു. അതിനെയാണ് ഈ രമേശ് നാരായണൻ കുളമാക്കിയത്, രമേശ് നാരായണനും ജയരാജും കൂടെ കുളമാക്കിയത്. എന്തായാലും അവിടെയും ആ ഫംഗ്ഷന് കുളമാക്കാമായിരുന്നേ. സൗബിൻ ഷാഹിറൊക്കെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഷൈൻ നിഗോക്കെ ആയിരുന്നെങ്കിൽ, ഷൈൻ ടോച്ചാക്കയൊക്കെ ആയിരുന്നെങ്കിൽ രമേശ് നാരായണൻ വിവരം അറിഞ്ഞനെ, ആ ഷീൽഡ് മാറി തലയിൽ അടിച്ചു കൊടുത്തന്നെ. എന്തായാലും ആസിഫ് അലി 38 വയസ്സുണ്ടെങ്കിൽ പോലും ആ ചെറുപ്പക്കാരൻ എത്ര പക്വതയോടെയാണ് പെരുമാറിയത്. അവിടെ ഇരുന്ന എല്ലാവർക്കും ആസിഫിനോട് ബഹുമാനം തോന്നിക്കാണും. ഇനി ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ ചെറ്റത്തര കാണിക്കരുത് രമേശ് നാരായണ അല്ലെങ്കിൽ ജയരാജെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് എന്താ പറയുക വിഷമം തോന്നിയതാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലുണ്ടായ രോഷത്തിൽ നിന്നാണെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. ആ എറണാകുളത്ത് നടന്ന ഫംഗ്ഷനിൽ എന്നെ ക്ഷണിച്ച് ഞാനുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് പോകുന്നതിന് മുമ്പ് രമേശ് നാരായണനോടും ജയരാജനോടും ഞാൻ പറഞ്ഞേനെ ചെറ്റത്തരമാണ് നിങ്ങൾ കാണിച്ചത് എന്ന് പറഞ്ഞേനെ. അങ്ങനെ പറയുന്നവനാണ് ഞാൻ. വളരെ മോശമായി ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. ഇനിയെങ്കിലും മലയാളികൾ നിങ്ങളെപ്പോലുള്ളവർ കലാകാരന്മാരെന്ന് പറയുന്നവർ സർവജ്ഞ പീഠം കയറിയവരൊന്നുമല്ല നിങ്ങൾ. ഇനി എത്ര നാഷണൽ അവാർഡ് വാങ്ങിച്ചാലും ഓരോ സിനിമ ചെയ്ത് എത്ര കോടി പറ്റിച്ചുണ്ടാക്കിയാലും നിങ്ങൾ മനുഷ്യരാകാൻ ആദ്യം പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മതി. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ഈ പ്രോഗ്രാം കണ്ട ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.